ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിൽ ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ കൂട്ടായ്മയിലേക്ക്, ഈ അനുഗ്രഹത്തിൻ്റെ നിമിഷത്തിലേക്ക്, അനുഗ്രഹിക്കപ്പെട്ട ദൈവ സാന്നിധ്യത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പറഞ്ഞ് ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിനകത്താണ്. നിങ്ങളുടെ വായി കൊണ്ട് പറഞ്ഞ് ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിനകത്താണ്. എന്നെ ഈ വചന കേൾവിയിൽ നിന്ന് മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യുന്ന, കൂടെ പറയണം, എല്ലാ ഇരുട്ടിൻ്റെ ശക്തികളെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. ഞാൻ പൂർണ്ണമായും ഈ ദൈവ സാന്നിധ്യത്തിനകത്തിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. മറ്റെല്ലാ ചിന്തകളെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. ഇന്നത്തെ വചനം എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലായി മാറും. പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വെളിപ്പെടുത്തും. ഞാൻ ദൈവത്തിൻ്റെ പൈതലായി തീരും. കർത്താവിന് എന്നോട് അറിയിക്കാനുള്ളത് അറിയിക്കും. എൻ്റെ ഹൃദയത്തിൽ ഞാൻ ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ ഇടം കൊടുക്കത്തുള്ളൂ. വചനം പറയുന്നതേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. ഞാൻ ആ വചനത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്നെ യേശു ക്രിസ്തുവിൻ്റെ കയ്യിലേക്ക് തരുന്നു. അവിടുന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. അതെന്നെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ടു ജീസസ്. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു സാന്നിധ്യത്തിനകത്ത് നിങ്ങളായിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ മൈൻഡിനെ ആ പിശാചിനെ എങ്ങോട്ടും കൊണ്ടുപോകാനൊക്കത്തില്ല. ഹോളി സ്പിരിറ്റ് ഒരു വ്യക്തിയെ ലീഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരു വ്യക്തി ഹോളി സ്പിരിറ്റിൽ നയിക്കപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ആ വ്യക്തിയെ നമുക്ക് നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് വിശ്വസിക്കാൻ കഴിയാത്തതുപോലത്തെ മാറ്റത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടുവരും. അതിലൊരു വ്യക്തിയാണ് പത്രോസിനെ കുറിച്ച് എത്ര പേർക്കറിയാം? പത്രോസിനെ കുറിച്ച് പ്രൈസ് ടു ജീസസ്. നമുക്കറിയാവുന്ന ഒരു പത്രോസുണ്ട്, പരിശുദ്ധാത്മാവിനറിയാവുന്ന ഒരു പത്രോസുമുണ്ട്. നമുക്കറിയാവുന്നൊരു പത്രോസുണ്ട്, പരിശുദ്ധാത്മാവിന് അറിയാവുന്ന പത്രോസുണ്ട്. പരിശുദ്ധാത്മാവിനെ അറിയാവുന്ന ഒരു പത്രോസിനെ ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് പീറ്ററിനെ ഇഷ്ടപ്പെട്ടത്. നമുക്ക് പത്രോസിനെ ഇഷ്ടപ്പെടാൻ കാരണവും, നമ്മൾ പത്രോസ് എന്ന് പൊക്കി പറയാൻ കാരണവും, നമ്മൾ പത്രോസിൻ്റെ ലേഖനങ്ങൾ ഒക്കെ എടുത്ത് വായിക്കാൻ കാരണവും, നമ്മളത് വിശ്വസിക്കാൻ കാരണവും എന്താണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവിനെ അറിയാവുന്ന ഒരു പത്രോസിനെ അടിയിൽ നിന്ന് പുറത്തേക്ക് എടുത്തത് കൊണ്ടാണ്. എവിടെയോ താഴെത്തട്ടിൽ കിടന്നൊരു പത്രോസിനെ പരിശുദ്ധാത്മാവിനറിയാവുന്ന ആ പത്രോസാക്കി മാറ്റിയതിന് ശേഷമാണ് നമ്മളതൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ഒന്നും കൂടെ കയറി പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് അങ്ങനെ ആക്കിയതിന് ശേഷമേ പത്രോസിനെ അംഗീകരിക്കാൻ തുടങ്ങിയുള്ളൂ. ഇതുപോലെയാണ് ഒരു വ്യക്തിയുടെ ജീവിതവും. ദൈവത്തിനറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്. ദൈവത്തിനറിയാവുന്ന വ്യക്തി ആരാ? ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ. പാപമോ പിശാചോ ഇരുട്ടിൻ്റെ ശക്തികളോ ഭൂതങ്ങളോ തൊടാത്ത ഒരു പ്യുവറായിട്ടുള്ള ഒരു ദൈവമനുഷ്യനെ ദൈവത്തിനറിയാം. അവൻ്റെ ഗുണവിശേഷങ്ങളും അവൻ്റെ കഴിവുകളും അവൻ്റെ ശക്തിയും അവൻ്റെ ഇച്ഛകളും എല്ലാം ആ ദൈവത്തിനറിയാം. ആ ദൈവം അറിയുന്ന ഒരുവനാക്കി എന്നെ വീണ്ടും മാറ്റിയെടുക്കുകയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ സംഭവിക്കുന്നത്. ഇതാണ് പത്രോസിൻ്റെ മേലും പൗലോസിൻ്റെ മേലും എല്ലാം കർത്താവ് ചെയ്തത്. ഇന്ന് ആ ഒരു പ്രവൃത്തിക്കായി ഞാൻ എന്നെ സമർപ്പിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ വാഗോണ്ട് പറഞ്ഞ്, ഇന്ന് ആ ഒരു പ്രവൃത്തിക്കായി, ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു പ്രവർത്തനത്തിലേക്ക് ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്, ഞാൻ എന്നെ ഏൽപ്പിക്കുകയാണ്. കർത്താവേ, എനിക്ക് അങ്ങനെ ഒരു വ്യക്തിയാകണം. ദൈവം, എനിക്ക് അങ്ങനെ ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ വരണം. എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവത്തിൽ ജീവിക്കണം. എൻ്റെ കൂടെ ചേർന്ന് പറഞ്ഞവർ മാത്രം കരങ്ങൾ ഉയർത്തിയേ. ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. ആമേൻ. നമ്മൾ അതിനു വേണ്ടി നമുക്ക് തിരുവെഴുത്ത് പഠിക്കുമ്പോൾ 2 പത്രോസിനെ അറിയാം. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ അല്ലെങ്കിൽ പെന്തക്കോസ്തിന് മുൻപേ, പെന്തക്കോസ്തിൻ്റെ അനുഭവത്തിന് മുൻപേ ഉള്ള ഒരു പത്രോസും ഉണ്ട്. പെന്തക്കോസ്ത് അനുഭവത്തിന് ശേഷം പിമ്പുള്ളൊരു പത്രോസും ഉണ്ട്. പെന്തക്കോസ്ത് അനുഭവത്തിന് മുമ്പുള്ളൊരു പത്രോസും ഉണ്ട്.
പെന്തക്കോസ്ത് അനുഭവത്തിന് പിമ്പുള്ള ഒരു പത്രോസുണ്ട്. സഹോദര സഹോദരി, നിങ്ങളിലും പെന്തക്കോസ്ത് അനുഭവത്തിന് മുമ്പുള്ള ഒരു വ്യക്തിയുണ്ട്, പെന്തക്കോസ്ത് അനുഭവത്തിന് പിമ്പുള്ള ഒരു വ്യക്തിയുണ്ട്. എല്ലാ മനുഷ്യരിലും അതുണ്ടാകും. ദൈവമുള്ള ഒരു ജീവിതവുമുണ്ട്, ദൈവം വന്നതിന് ശേഷമുള്ളൊരു ജീവിതവുമുണ്ട്, ദൈവവുമായി ബന്ധമില്ലാത്ത കാലഘട്ടത്തിലുള്ളൊരു ജീവിതവും എനിക്കുണ്ടായിരുന്നു. അല്ല, അതാണ് പെന്തക്കോസ്തിൻ്റെ അനുഭവത്തിന് മുമ്പുള്ള ഒരു വ്യക്തിയും പെന്തക്കോസ്തിൻ്റെ അനുഭവത്തിന് പിമ്പുള്ള ഒരു വ്യക്തിയും. എനിക്ക് പെന്തക്കോസ്ത് അനുഭവത്തിന് ശേഷമുള്ളൊരു വ്യക്തിയായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. ഭയങ്കര സക്സസ്ഫുൾ ലൈഫാണ് അങ്ങനെയുള്ളൊരു ജീവിതം. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉള്ളൊരു ജീവിതമാണ് അങ്ങനത്തെ ഒരു ജീവിതം. ഭയങ്കര സുരക്ഷിതത്വ ബോധമുള്ള ഒരു ജീവിതമാണ് അങ്ങനത്തെ ജീവിതം. പോരാട്ടങ്ങളില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പ്രശ്നങ്ങളില്ലെന്ന് പറഞ്ഞിട്ടില്ല, നമുക്ക് യുദ്ധമില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അനുഭവത്തിൻ്റെ ശക്തിയിൽ നിന്നിട്ടുള്ള യുദ്ധമാണെങ്കിൽ സാത്താനല്ല നമ്മളെ ജയിക്കത്തുള്ളൂ. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പെന്തക്കോസ്തിന് മുമ്പുള്ള പത്രോസിനെ നമുക്കൊന്ന് നോക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാമത്തെ അധ്യായം, അതിൻ്റെ 10-ാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നതിന് മുൻപ് യോഹന്നാൻ്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം അതിൻ്റെ 5 മുതലുള്ള 4 മുതലുള്ളത് വായിക്കാം, കൂടുതൽ മനസ്സിലാവും. 4 മുതൽ 10 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. യേശു തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞ് പുറത്തു ചെന്നു. നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവരോട് ചോദിച്ചു. നസറയനായ യേശുവിനെ എന്നവർ ഉത്തരം പറഞ്ഞപ്പോൾ, അത് ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു. അവനെ കാണിച്ചു കൊടുത്ത യൂദായും അവരോടുകൂടെ നിന്നിരുന്നു. ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്തു വീണു. നിങ്ങൾ ആരെ തിരയുന്നു എന്നവൻ പിന്നെയും അവരോട് ചോദിച്ചതിന് അവർ നസറയനായ യേശുവിനെ എന്ന് പറഞ്ഞു. ഞാൻ തന്നെ എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ, എന്നെ ആകുന്നു തിരയുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. നീ എനിക്ക് തന്നവരിൽ ആരും നഷ്ടമായി പോയിട്ടില്ല എന്ന് അവൻ പറഞ്ഞ വാക്കിന് ഇതിനാൽ നിവർത്തി വന്നു. 10-ാമത്തെ വാക്യം, ശിമോൻ പത്രോസ് തനിക്കുള്ള വാളൂരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവൻ്റെ വലത് കാത് അറുത്തു കളഞ്ഞു. ആ ദാസന് മൽക്കോസ് എന്നു പേർ. യേശു പത്രോസിനോട്, വാളുറയിലിടുക, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ എന്ന് പറഞ്ഞു. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ഓരോ പാനപാത്രം കുടിക്കാൻ ദൈവം വെച്ചിട്ടുണ്ട്. ദൈവം തന്നിരിക്കുന്ന പാനപാത്രം കുടിക്കാൻ വിസമ്മതമില്ലാത്ത ഒരു ജീവിതവും വിമുഖതയുള്ളൊരു ജീവിതവും വെടിപ്പില്ലാത്ത ഒരു ജീവിതവും മടുപ്പുള്ളൊരു ജീവിതവും ഉണ്ടാകാതിരിക്കണമെങ്കിൽ യേശു നിറഞ്ഞിരുന്ന അതേ ആത്മാവിൽ ഒരു വ്യക്തി നിറഞ്ഞിരിക്കണം. കാരണം യേശു കർത്താവിനെ പിടിക്കുവാൻ പട്ടാളക്കാർ വന്നു. യൂദായാണ് യേശുവിനെ ഒറ്റുകൊടുത്തത്. അവിടെ എങ്ങും ആത്മസംയമനം നഷ്ടപ്പെട്ട ഒരു യേശു ക്രിസ്തുവിനെ എനിക്കോ നിങ്ങൾക്കോ കാണാൻ കഴിയുന്നില്ല. ഒന്നും കൂടെ ഭംഗിയായിട്ട് പറഞ്ഞാൽ, നമുക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഒരു പ്രശ്നം വന്ന് ഈ പ്രശ്നം എന്നെ മാത്രം ഉന്നം വെച്ചാണ് യേശു ചോദിക്കുന്നു, നിങ്ങൾ ആരെ തിരയുന്നു? നസറയനായ യേശുവിനെ എന്ന് പറഞ്ഞപ്പോൾ ആ വാക്ക് വാളുപോലെ യേശുവിൻ്റെ കാതിലേക്ക് എത്തുകയും എന്നെ പിടിക്കാൻ എനിക്കിനി ഇവിടുന്ന് രക്ഷയില്ല എന്നുള്ള നിലകളിൽ പോലും ചിന്തിക്കാവുന്ന സ്ഥാനത്തും യേശു ആത്മാവിൻ്റെ നിയന്ത്രണത്തോടെ ആ ഒരു ഇൻസിഡന്റ് കർത്താവ് മാനേജ് ചെയ്യുന്ന ഒരു മാനേജറിയൽ പവർ നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വളരെ വളരെ വിസ്ഡത്തോടെ, വളരെ ജ്ഞാനത്തോടെ, പക്വതയോടെ, സംയമനത്തോടെ ആ ഒരു ഇൻസിഡന്റിനെ കർത്താവ് മാനേജ് ചെയ്യുന്ന ഒരു മാനേജീരിയൽ സ്കിൽ
തനിക്കുണ്ടാകാനുള്ളതിൻ്റെ കാരണം യേശു കർത്താവിൽ നിറഞ്ഞിരുന്ന പരിശുദ്ധാത്മാവാണ്. കർത്താവിൻ്റെ മേലും ഒരു പെന്തക്കോസ്തിൻ്റെ അനുഭവമുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്നാൽ അതേ സ്ഥാനത്ത് പത്രോസിൻ്റെ പ്രതികരണം എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. അതായത് ഇന്നത്തെ ലോകവും പത്രോസിൻ്റെ പ്രവൃത്തിയും ഒരുപോലെയാണ്. ഒരു കാര്യത്തെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ നമ്മുടെ എല്ലാവരുടെയും വലിയൊരു പരാജയത്തിന് വലിയൊരളവിൽ അതൊരു കാരണമാണ്. ഒരു പ്രശ്നത്തെ, ഒരു അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു സംഭവത്തെ, ഒരു സംഗതിയെ നമുക്കെങ്ങനെ മാനേജ് ചെയ്യണം എന്നറിഞ്ഞുകൂടാ. യേശുവിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ പോലും ആ പടയാളികൾക്ക് നിൽക്കാൻ പറ്റിയില്ല എന്നുള്ളത് നിങ്ങൾ ആ വാക്യത്തിൽ ശ്രദ്ധിച്ചായിരുന്നോ? കാരണം നസറേയനായ യേശുവിനെ തിരയുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ തന്നെ എന്ന യേശുവിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ മുമ്പിൽ ആ ഭടന്മാർക്ക് നിൽക്കാൻ പറ്റില്ല. അവർ തെറിച്ച് പുറകിലേക്ക് വീണ് കളഞ്ഞു. അവർ പിൻവാങ്ങി നിലത്ത് വീണുപോയി എന്നാണ് വചനം പറയുന്നത്. അവർക്ക് യേശുവിനെ ഞാൻ തന്നെ എന്നൊരു വെളിപ്പെടുത്തലിൻ്റെ മുമ്പിൽ പോലും അവർക്ക് പിടിച്ചു നീക്കാൻ കഴിഞ്ഞില്ല. ആരുടെ മക്കൾ, ആരുടെ സന്തതികളായി ഇരുന്നു കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ തിരുവചനം കേൾക്കുന്നത് എന്ന് നിങ്ങൾ ഗ്രഹിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ദൈവത്വം വെളിപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മിൽ ആ യേശുവിൻ്റെ സാന്നിധ്യവും യേശുവിൻ്റെ ജീവനും യേശുവിൻ്റെ ആ ഒരു തുറവിയും നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ മുമ്പിൽ നിന്നെ പിടിക്കാനോ, നിന്റെ നന്മകളെ പിടിക്കാനോ, തലമുറകളെ പിടിക്കാനോ, ഭാവിയെ പിടിക്കാനോ, ശുശ്രൂഷയെ പിടിക്കാനോ, അഭിഷേകത്തെ പിടിക്കാനോ നിൽക്കുന്ന ഒരു പടയാളിക്കും ഒരു ദുഷ്ടനും ദുർശക്തിക്കും നിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ പത്രോസ് അവിടെ റിവീൽ ചെയ്തത് പത്രോസിന്റെ ഇമോഷനാണ്. പത്രോസ് റിവീൽ ചെയ്തത് യേശുവിനോടുള്ള സ്നേഹമാണെന്ന് പറയും, പക്ഷെ അല്ല. അതൊരിക്കലും ഒരു സ്പിരിച്വൽ മാന് ചേർന്ന ഒരു പ്രവണതയല്ല. പത്രോസ് വാളിൽ ആശ്രയിച്ചപ്പോൾ യേശു സ്പിരിറ്റിൽ ആശ്രയിച്ചു. പത്രോസ് പഠിച്ച ആയോധന കലകളെ താൻ വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചപ്പോൾ, അല്ലെങ്കിൽ തനിക്ക് സാധിച്ചപ്പോൾ, യേശു ആത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ അവിടെ ആ ഒരു സന്ദർഭം യൂസ് ചെയ്തു. കാരണം പത്രോസ് അറുത്ത് കളഞ്ഞ കാത് യേശു വെപ്പിച്ചു. ശ്രദ്ധിക്കാം, യേശുവിനെ പിടിച്ച് കെട്ടി കൊണ്ടുപോകാൻ വന്ന മൽക്കോസിന്റെ കാതിനെയാണ് വെട്ടി താഴെ ഇട്ടത്. പത്രോസ് പഠിച്ച ആയോധന കലയെ അവിടെ പ്രയോജനപ്പെടുത്തുന്നതാണ് ശരി എന്ന് കരുതി താൻ അത് യൂസ് ചെയ്തപ്പോൾ അതേ സന്ദർഭം ഒരു ഹീലിംഗ് പ്ലാറ്റ്ഫോമാക്കി മാറ്റാൻ എൻ്റെ യേശു ഡിസൈഡ് ചെയ്തു. കാര്യം മനസ്സിലായോ? പെന്തക്കോസ്തിന്റെ അനുഭവത്തിന് മുൻപേ പത്രോസ് എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ട സുഹൃത്തേ, ഇതുപോലെ ജഡത്തിൽ ജീവിക്കുന്നവൻ, ജഡത്തിൽ സംസാരിക്കുന്നവൻ, ജഡത്തിൽ പ്രവർത്തിക്കുന്നവൻ, ജഡത്തിൽ ചലിക്കുന്നവൻ നിന്റെ ജീവിതത്തിനകത്ത് അറുത്തുകളഞ്ഞതും നിന്റെ ജീവിതത്തിനകത്ത് വിച്ഛേദിച്ചിട്ടതും നിങ്ങളുടെ ജീവിതത്തിനകത്ത് കലക്കിമറിച്ചിട്ടതും ആയിട്ടുള്ള സകല വിഷയങ്ങളും യേശുക്രിസ്തുവിൻ്റെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ അതെല്ലാം പരിഹരിക്കുന്നൊരു പ്ലാറ്റ്ഫോമാക്കിയേ മാറ്റത്തുള്ളൂ. ആമേൻ. തിരിച്ചു മറ്റൊരു ദൂതും കൂടെ എനിക്ക് ഇതിനകത്തൊന്ന് പറയാനുണ്ട്. ഇതുപോലെ നിന്നെ പിടിച്ചു കെട്ടാൻ വരുന്നതിൻ്റെ മുമ്പിലും നിങ്ങളെ പിടിച്ചുലയ്ക്കാൻ വരുന്ന സംഗതികളുടെ മുമ്പിലും ആയോധന കലകളിലോ ബുദ്ധിയിലോ ജഡത്തിലോ വികാരങ്ങളിലോ പ്രതികരിക്കാതെ യേശു നിന്ന തട്ടിൽ നിന്നുകൊണ്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്കൊരു പക്വത പരിശുദ്ധാത്മാവ് നൽകിക്കഴിഞ്ഞാൽ, പ്രൈസ് ടു ജീസസ്, ആ ഇടം ഒരു വല്ലാത്ത ആത്മീയ അന്തരീക്ഷമായി മാറും. പലരും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് ബുദ്ധിയിലും കഴിവിലും ബന്ധങ്ങൾ വെച്ചും ഒക്കെയാണ്. പഠിച്ച രീതി വെച്ചും കേട്ട രീതി വെച്ചും ഒക്കെ അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ യേശു അത് സ്പിരിറ്റിൽ ഹാൻഡിൽ ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കി. പെന്തക്കോസ്തിൻ്റെ അനുഭവത്തിന് മുമ്പേ പത്രോസിന് ഇങ്ങനൊരു കഴിവില്ല. എന്നാൽ പെന്തക്കോസ്തിന് ശേഷം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യത്തിലേക്ക് വന്നാട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ
2-ാമത്തെ അധ്യായം 36-ാമത്തെ വാക്യം. ഓ ഷാഖാബാഥാലാബാഖായ. ഞാൻ 35 മുതൽ വായിക്കുക കേട്ടോ. ഞാൻ നിന്റെ ശത്രുക്കളെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുക എന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് പറഞ്ഞു. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ ചെയ്യേണ്ടത് എന്ത് എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും, ശ്രദ്ധിക്കണേ, മറ്റ് പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. മറ്റ് പല വാക്കുകളാലും, വായുകൊണ്ട് സംസാരിക്കാൻ പോലും മര്യാദയ്ക്ക് അറിഞ്ഞുകൂടാത്ത പത്രോസ് പെന്തക്കോസ്തിന്റെ അനുഭവത്തിന് മുൻപ്, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ അഭിഷേകം പ്രാപിക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ അറിയുന്നതിന് മുൻപ് ഒന്നും വാക്കിൽ വരില്ല, എല്ലാം പ്രവൃത്തിയിൽ. എടുത്തുചാട്ടക്കാരൻ്റെ ഒരു അനുഭവം. ആ അവസ്ഥയിൽ ആരെങ്കിലും ഉണ്ടോ? ചിന്തയില്ലാതെ സംസാരിക്കുന്ന, ചിന്തയില്ലാതെ റിയാക്ട് ചെയ്യുന്ന, ചിന്തയില്ലാതെ പ്രവർത്തിക്കുന്ന, അതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ പറയണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു, അന്നേരം അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ തോന്നി പിന്നെ കുറ്റബോധത്തിനകത്ത് തളയ്ക്കപ്പെട്ട് പിന്നെ 1.5 ആഴ്ചത്തേക്ക് ആത്മീയ ജീവിതത്തെ പോലും എത്തി നോക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ നിങ്ങളെ സാത്താൻ ഇത്തരത്തിൽ അടിമപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെന്തക്കോസ്തിന്റെ അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുക. ദൈവം ഈ മെസ്സേജ് തീരുന്നതിന് മുന്നേ നിന്റെ മേൽ അത് പകർന്നിരിക്കും. പത്രോസിന്റെ ആ ഒരു വാക്കിന്റെ വ്യത്യാസം നിങ്ങൾ നോക്കിയേ. പത്രോസ് സംസാരിക്കുന്ന പോലും, യേശു സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് പത്രോസ് റിയാക്ട് ചെയ്യുന്നത്. മൈറ്റി ഗാഡ്. യേശുവിനെ ആത്മാവെന്ന് പറഞ്ഞാൽ പത്രോസിനെ ജഡമെന്ന് വെക്കാം. ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. യേശുവിനെ നമ്മുടെ ആത്മാവായി സങ്കല്പിച്ചാൽ പത്രോസിനെ നമ്മുടെ ജഡമായി നമുക്ക് അവിടെ കൊണ്ടുവരാം. ആത്മാവ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ സഡൻലി ഒരു സൊല്യൂഷന് വേണ്ടി നമ്മുടെ ജഡം അതിനിടെ കൊണ്ടുകയറ്റുന്നേ. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങൾക്കകത്തും ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നില്ലെന്ന് തെളിവ് സഹിതം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല പാസ്റ്റർ, ഇതുവരെ അതിൻ്റെ മേലൊരു ഒരു റെമഡി കണ്ടിട്ടില്ല, ഇതുവരെ ആ വിഷയത്തിനകത്ത് ഒരു ചലനവും ഉണ്ടായിട്ടില്ല. നിങ്ങൾ എന്ത് തെളിവിൽ പറയുന്നു? യേശു ആ പാനപാത്രം കുടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഇത് കുടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഇത് ഞാൻ കുടിക്കേണ്ടതല്ലയോ മോനെ? നീ ഒരു സ്പിരിച്വൽ മാൻ ആണെങ്കിൽ നിന്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് സ്പിരിറ്റാണ്. നിങ്ങളൊരു ആത്മീയനാണെങ്കിൽ, ഞാനൊരു ആത്മീയനാണെങ്കിൽ, എനിക്കൊരു പ്രശ്നം വരുമ്പോൾ, പോരാട്ടം വരുമ്പോൾ സ്വാഭാവികമായി ഞാൻ മാനസികമായി തളരും. ഉടനെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഞാൻ കുതിച്ചുയരുകയും ചെയ്യും. ഞാനൊരു ആത്മീയനാണെങ്കിൽ. കാരണം എന്നാ? ഞാനൊരു ആത്മീയനായതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളെ സ്പിരിറ്റാണ്, സ്പിരിച്വൽ വേൾഡിൽ അതിനെ സോൾവ് ചെയ്യുന്നത്. പക്ഷേ ഇറ്റ് വിൽ ടേക്ക് സം ടൈം. ആത്മീയ കാര്യങ്ങൾക്ക് സമയമുണ്ട്, സമയമെടുത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ പത്രോസ് എന്ന് പറഞ്ഞ് ഞാൻ ജഡത്തിൻ്റെ ഒരു സ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയുടെ സ്ഥാനത്ത് കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബോഡിയാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ആത്മാവ് അവിടെ നിങ്ങൾ ആരെ തിരയുന്നു? നിങ്ങൾ എന്നെയാണോ തിരയുന്നത്? എങ്കിൽ ഞാനാണ് അതിന് പ്രതികരിക്കാനുള്ളത്. അവരെ വിട്ടേക്കുക, നിങ്ങൾ അവരെ ഒഴിവാക്കുക, ഞാൻ അതിന് മറുപടി പറയാം എന്നൊക്കെ പറഞ്ഞ് സ്പിരിറ്റിലെ യേശു അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി ഇടയിൽ കൂടെ ചാടി വന്ന് വാളെടുത്ത് വെട്ടി ആ വിഷയത്തിനൊരു മറുപടി ഉണ്ടാക്കാൻ ശ്രമിക്കുക.
മോനെ, വാളുകൊണ്ട് മറുപടി അവിടെ ഉണ്ടാകത്തില്ല. അവിടെ ജഡം കൊണ്ടൊരു പൂർണ്ണമാകുന്ന സൊല്യൂഷൻ അവിടെ ഉണ്ടാകത്തില്ല. കാരണം പത്രോസിന്റെ പ്രവൃത്തിയെ അവിടെ തെറ്റായതുകൊണ്ടാണ് യേശു ആ പ്ലാറ്റ്ഫോം ഒരു ഹീലിംഗ് പ്ലാറ്റ്ഫോമാക്കി മാറ്റിയത്. ഹല്ലേലൂയ. പല മനുഷ്യരും ഇടയിൽ കയറി നിങ്ങൾ ആത്മീയമായി പല കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ചില മനുഷ്യർ നിങ്ങൾ പോലും ക്ഷണിക്കാതെ അതിൻ്റെ ഇടയിൽ വന്ന് പ്രശ്നത്തെ കുത്തിത്തിരിച്ച് വഷളാക്കി ഇട്ടേക്കുന്ന കേസിനകത്ത് എൻ്റെ കർത്താവ് ഒരു വലിയൊരു ഹീലിംഗ് പ്ലാറ്റ്ഫോമാക്കി നിങ്ങളുടെ ആ ഇടം മാറ്റും. മനുഷ്യന് പോലും പരിഹരിക്കാൻ പറ്റാത്തൊരു കേസാണ് കാതറുത്തു പോവുക എന്ന് പറയുന്നത്. അവിടെ ദൈവത്തിൻ്റെ ആത്മാവ്, കർത്താവായ യേശു ആ കേസിനെ കയ്യിലെടുത്ത് അറ്റുപോയതിനെ വെച്ച് പിടിപ്പിച്ചു കൊടുത്തു. ഒരു പാടുപോലും ഇല്ല, ഡിസപ്പിയർ ആയിപ്പോയി സർജറി ചെയ്ത പാട്. കർത്താവ് ചില കേസുകൾ, അറ്റുപോയ ബന്ധങ്ങൾ, അറ്റുപോയ നിന്റെ ജീവിതം, അറ്റുപോയ പ്രതീക്ഷ, അറ്റുപോയ നിങ്ങളുടെ കഴിവുകൾ, അറ്റുപോയ നിങ്ങളുടെ ആത്മീയ ജീവിതം, അറ്റുപോയ ബന്ധങ്ങൾ കർത്താവ് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പഴയ പാടോ പഴയ ഓർമ്മയോ പോലും ആ ഭാഗത്തുണ്ടാകുകയല്ല. രാമൻ പറഞ്ഞേ, പത്രോസ് അവിടെ ജഡത്തിൽ പ്രതികരിച്ചപ്പോൾ, പത്രോസ് അവിടെ തനിക്ക് അറിയാവുന്ന കാര്യത്തെ ചെയ്യാനായിട്ട് പോയപ്പോൾ യേശു അതിനെ വിലക്കി. എന്നിട്ട് ഇന്ന് പെന്തക്കോസ്തിൻ്റെ അനുഭവത്തിന് ശേഷം പത്രോസിൻ്റെ വായിലെ വാക്കുകൾ അവൻ പല വാക്കുകളാൽ എവിടുന്ന് കിട്ടി ഇത്രയും സാക്ഷ്യം പറയാനുള്ള, തനിക്ക് ഇത്രയും സാക്ഷ്യം പറയാനുള്ള സ്റ്റോക്ക് എവിടുന്ന് കിട്ടി? ശരിക്കും ആ പെന്തക്കോസ്തിൻ്റെ അനുഭവത്തിൽ ജീവിച്ചു തുടങ്ങിയപ്പോഴാണ്. ദൈവമക്കളെ, ഇന്ന് പെന്തക്കോസ്തുകാർ എന്നെ കാണുന്നുണ്ട്. ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. പെന്തക്കോസ്തുകാരായിട്ടിരിക്കാനല്ല ദൈവം എന്നെ വിളിച്ചത്, നിങ്ങളെ വിളിച്ചത്. വേർതിരിയപ്പെട്ടൊരു ജനം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ആ പദം ഉപയോഗിക്കാം. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് പെന്തക്കോസ്തിൻ്റെ മെച്യൂരിറ്റി പുറത്ത് കാണിക്കാനാണ്, പെന്തക്കോസ്തിൻ്റെ ഫലം പുറത്ത് കാണിക്കാനാണ്, പെന്തക്കോസ്തിൻ്റെ അനുഭവം പുറത്ത് കൊണ്ടുവരാനാണ്. നമ്മുടെ ആകൃതിയിൽ വ്യത്യാസപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ പെന്തക്കോസ്തിൻ്റെ അനുഭവമുള്ളവരാകത്തില്ല. നമ്മുടെ വസ്ത്രധാരണത്തിൽ വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ പെന്തക്കോസ്തിൻ്റെ അനുഭവമുള്ളവരാകത്തില്ല. പെന്തക്കോസ്തിൻ്റെ അനുഭവം അകത്ത് പരിച്ഛേദന നടക്കുന്നവൻ്റെ ജീവിതമാണ്. അകത്ത് പരിച്ഛേദന ഏറ്റവൻ്റെ ജീവിതമാണ് പെന്തക്കോസ്തിൻ്റെ അനുഭവം. അവൻ്റെ ജീവിതത്തിലെ പെന്തക്കോസ്ത് സംസാരിക്കൂ, അവൻ്റെ ലൈഫിലെ പെന്തക്കോസ്ത് സംസാരിക്കൂ, അവൻ്റെ ബിഹേവിയറിലെ പെന്തക്കോസ്ത് സംസാരിക്കൂ. ഹല്ലേലൂയ. അവൻ്റെ മുഖഭാവത്തിൽ പെന്തക്കോസ്ത് സംസാരിക്കത്തില്ല, അവൻ്റെ വസ്ത്രത്തിൽ പെന്തക്കോസ്ത് സംസാരിക്കത്തില്ല, അവൻ്റെ നടപ്പിൽ പെന്തക്കോസ്ത് സംസാരിക്കത്തില്ല, അവൻ്റെ പേരിൽ പെന്തക്കോസ്ത് സംസാരിക്കത്തില്ല, അവൻ്റെ ബിഹേവിയറിലെ പെന്തക്കോസ്ത് സംസാരിക്കും. അവൻ്റെ ലാംഗ്വേജിലെ പെന്തക്കോസ്ത് സംസാരിക്കൂ. എന്തുവാ അത്? അന്യഭാഷ പറയുന്നതാണോ? അല്ല. എങ്ങനെ ഒരു പ്രശ്നത്തെ സ്പിരിച്വലി ഹാൻഡിൽ ചെയ്യാം, എങ്ങനെ സ്പിരിറ്റിൽ ഒരു വിഷയത്തെ കൂളാക്കാം, എങ്ങനെ ഒരു റെമഡി സ്പിരിറ്റിൽ നമുക്കതിനകത്ത് കൊണ്ടുവരാം. യേശു അതിനകത്ത് പല ഐഡന്റിഫിക്കേഷൻസിലേക്ക് എത്തുകയാണ് യേശു. പക്ഷെ പത്രോസ് അങ്ങനെയല്ല. വെട്ടൊന്ന് മുറി രണ്ട്, ഇതിൽ പത്രോസ് തീർന്നു. അതല്ല. ഇന്ന് ആരെങ്കിലും ബുദ്ധിയിൽ ചില കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുക. ഹല്ലേലൂയ. പെന്തക്കോസ്തിന് ശേഷം പത്രോസ് പറയുന്നത് നോക്കിയേ, മാനസാന്തരപ്പെട്ട്. പെന്തക്കോസ്ത് വന്നാൽ മാനസാന്തരപ്പെടും. പെന്തക്കോസ്തിൽ വന്നാൽ മാനസാന്തരപ്പെടും എന്നല്ല, പെന്തക്കോസ്തിന്റെ അനുഭവത്തിൽ വന്നാൽ മാനസാന്തരപ്പെടും. ഞാൻ പത്രോസിന്റെ വാക്ക് അങ്ങനെ തന്നെ കടമെടുക്കുക. പുള്ളി ഇത് സംസാരിച്ച സമയം പെന്തക്കോസ്തിന്റെ അനുഭവത്തിന് ശേഷമാണ്. നിങ്ങൾ രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്തോ ചെയ്യണമെന്ന് ചോദിച്ചവരോട് പറയുന്ന വാക്കാ, നിങ്ങൾ മാനസാന്തരപ്പെട്ട്. പുള്ളിക്ക് പെന്തക്കോസ്തിന്റെ അനുഭവം വന്നപ്പോൾ മാനസാന്തരപ്പെട്ടു. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി താൻ പാപിയാണെന്നൊരു ബോധം വന്നു. നിങ്ങളുടെ ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. പെന്തക്കോസ്തിന്റെ അനുഭവം വന്നപ്പോൾ പുള്ളിക്ക് സ്നാനം അത്യാവശ്യമാണെന്നുള്ള ബോധം കിട്ടി. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. പെന്തക്കോസ്തിന്റെ അനുഭവം വന്നപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് താൻ മനസ്സിലാക്കുന്നത്. യേശുവിനോട് കൂടെ നടന്നിട്ട് പോലും
പത്രോസ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചോ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിനെ കുറിച്ചോ മനസ്സിലായിട്ടില്ല. ഇന്നും പലർക്കും അറിയത്തില്ല. ഇന്നും പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് കേവലം കൈയടിക്കാനോ ചാടാനോ ഒന്ന് ചാർജ് ആകാനോ ഉള്ള എന്തോ ഒരു ചാർജിങ് സ്പോട്ടാണെന്ന് മാത്രമേ പലർക്കും അറിയത്തുള്ളൂ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. നിങ്ങൾ യഹൂദിയയിലും യെരുശലേമിലും ഭൂമിയുടെ അറ്റത്തോളം പോകും. അവിടം കൊണ്ട് വചനം തീരുന്നില്ല സഹോദര സഹോദരി. 66 പുസ്തകങ്ങൾ പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, പെന്തക്കോസ്തിന്റെ അനുഭവം ഒരു വ്യക്തിയിൽ വന്നാൽ മാനസാന്തരപ്പെടും. ഇല്ലെങ്കിൽ പെടും. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ പെട്ടുപോകും. എന്നാൽ പെന്തക്കോസ്തിന്റെ അനുഭവം വന്നാൽ പത്രോസ് അറിഞ്ഞതുപോലെ മനസ്സിലാവും, എനിക്കൊരു മാനസാന്തരം ആവശ്യം. പെന്തക്കോസ്തിന്റെ അനുഭവം വന്നാൽ പത്രോസ് അറിഞ്ഞതുപോലെ അറിയും, എനിക്കൊരു പാപമോചനം ആവശ്യം. പെന്തക്കോസ്തിന്റെ അനുഭവം അറിഞ്ഞു കഴിഞ്ഞാൽ പത്രോസ് പറഞ്ഞതുപോലെ പറയും, എനിക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ആവശ്യം. പെടുകയും പെടുത്തുകയും അല്ല വേണ്ടത്, സ്നാനം ഏൽക്കുകയാണ് വേണ്ടത്. നിങ്ങൾ സ്നാനമേറ്റൊരു വ്യക്തിയാണോ? ഞാൻ സ്നാനപ്പെട്ട വ്യക്തിയാണോ എന്ന് ചോദിച്ചിട്ടില്ല. നിങ്ങൾ സ്നാനമേറ്റ ഒരു വ്യക്തിയാണോ? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റ ഒരു വ്യക്തിയാണോ? നിങ്ങൾ പരിശുദ്ധാത്മാവുമായി നിങ്ങൾ ഒരു ബന്ധമുള്ളവരാക്കി എടുക്കുക. പരിശുദ്ധാത്മാവുള്ളവരാണ് ഏറ്റവും കൂടുതൽ ജഡത്തിൽ പ്രതികരിക്കുന്നവർ. പരിശുദ്ധാത്മാവുള്ളവരാണ് ഏറ്റവും കൂടുതൽ ജഡത്തിൽ ചിന്തിക്കുന്നവർ. പരിശുദ്ധാത്മാവിനെ അറിഞ്ഞിട്ടില്ലാത്തവരെ പോലെ സംസാരിക്കുന്നവരും വ്യർത്ഥ സംസാരത്തിൽ ഏർപ്പെടുന്നവരും അതിന് വില കൊടുക്കാത്തവരും. എന്നാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മണ്ണിനെ മാണിക്യത്തെക്കാളേറെ നിങ്ങൾ വില വെക്കരുത്. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. നിങ്ങളുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചേക്കുന്ന എന്തുവാന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ. ഞാൻ താഴേക്ക് പോവുക, സമയം മുമ്പോട്ട് പോകുന്നു. ഓരോരുത്തർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. എനിക്ക് എന്തോ കിട്ടുമെന്ന് ചോദിച്ച വ്യക്തിയാ ഞാൻ. ഈ വള്ളവും വലയൊക്കെ വിടാം, എനിക്ക് പെർ ഡേ എത്ര കിട്ടും? പെർ ഡേ എനിക്ക് എന്തോ തടയും? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെയും പറഞ്ഞു, ആ സാധനം അങ്ങ് വിട്ടുപോകും. ആ പണത്തോടുള്ളൊരു വല്ലാത്ത ഒരു ഇതുണ്ടല്ലോ, ഇത് ആദ്യം തന്നെ അതങ്ങ് വിട്ടുപോകും. പ്രൈസ് ടു ജീസസ്. പണം വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. പണം എനിക്കും വേണം, നിങ്ങൾക്കും വേണം. പക്ഷേ ആസക്തി, അത് കയ്യിൽ നിന്ന് പോകുമ്പോൾ ഒരു വല്ലാത്ത പെയിൻ, അവിടെയാണ് ഡെലിവറൻസ് വേണ്ടേ. എനിക്ക് ദാനം ലഭിച്ചേ പറ്റൂ എന്ന് മനസ്സിലാക്കി. പരിശുദ്ധാത്മാവിനെ അദ്ദേഹം അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹം അത് വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ. ലൂക്കോസ് അത് സാക്ഷ്യപ്പെടുത്തുകയാണ്. പത്രോസ് പറഞ്ഞു എന്താ അത്? പരിശുദ്ധാത്മാവ് എന്ന ദാനം നമുക്ക് ആവശ്യം. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും ഉള്ളത്. അവിടെ എഴുതി വെച്ചേക്കുക. പെന്തക്കോസ്തിന് മുന്നേയുള്ള പത്രോസിൻ്റെ ആ വല്ലാത്തൊരു വ്യത്യാസം. പ്രിയപ്പെട്ട സഹോദര, നിങ്ങളുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവ് വരുന്നതിന് മുൻപും പിൻപും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയും. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമാണോ? ആണോ? കണ്ണാടി നോക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുമെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ പുറത്തെ ബ്യൂട്ടി നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കണമെങ്കിൽ നിങ്ങളിലത്തെ ദൈവമനുഷ്യനെ നിങ്ങൾ കാണണം. നിങ്ങളിലെ ദൈവമനുഷ്യനെ നിങ്ങൾ കാണണം. എനിക്കറിയാം പലരെയും ഓരോ അവയവങ്ങളും, മുടിയും തലമുടിയും കണ്ണും മൂക്കും ഒക്കെ കാണിച്ചിട്ട് കുറ്റം പറയുന്നവരെ. ഇതൊന്നും നിങ്ങൾ മേടിച്ചതോ നിങ്ങൾ ഫിറ്റ് ചെയ്തതോ ഷേപ്പ് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നിങ്ങൾ അതിനെ ചെത്തിച്ചീക്കി വേറെ ആക്കി വെച്ചതൊന്നും അല്ല. അത് മേളിൽ നിന്ന് വെച്ച് പിടിപ്പിച്ച് ഇങ്ങോട്ട് വിട്ടതാ. അതിനൊന്നും കുറ്റം പറയാൻ നമുക്ക് അവകാശമില്ല. ദൈവം ഞാൻ അങ്ങനെ ഇരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടം, ഞാൻ അങ്ങനെ ഇരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമെങ്കിൽ എനിക്കെന്നാ. പക്ഷെ നിൻ്റെ അകത്തുള്ളൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ ഈ മൂക്കല്ല, ആ മനുഷ്യൻ ഈ മുടിയല്ല, ആ മനുഷ്യൻ ഈ സ്വഭാവമല്ല, ആ മനുഷ്യൻ ഈ സംസാരമല്ല, ഈ ചിന്തയല്ല. അവൻ ഇതിനെ ഒന്നും നോക്കാൻ സമയമില്ല. എപ്പോഴും സ്വർഗത്തിൻ്റെ സാന്നിധ്യത്തിനകത്ത് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നൊരകത്തെ മനുഷ്യൻ്റെ ബ്യൂട്ടിയിലേക്ക് നിന്റെ കണ്ണ് തുറന്നു കിട്ടാൻ ഈ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാൽ സാധിക്കും. ആമേൻ, ഹല്ലേലൂയ. ശേഷം ഒന്ന് നമുക്ക് പോയാലോ? മത്തായി എഴുതിയ സുവിശേഷം 26-ാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങൾ വന്നേ. മത്തായി എഴുതിയ സുവിശേഷം
എനിക്കിന്ന് ഇച്ചിരി നേരത്തെ ഞാൻ മെസ്സേജ് ക്ലോസ് ചെയ്യണമെന്ന് വിചാരിച്ചത്, പക്ഷേ സംസാരിച്ച് വന്നപ്പോൾ കർത്താവ് എന്തൊക്കെയോ പുറത്തേക്ക് കൊണ്ടുവരുന്നു. 26-ാമത്തെ അധ്യായം, അത് ഇതിനകത്ത് ബോഡി ഷെയിം ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് കർത്താവ് അതൊക്കെ സംസാരിക്കുന്നത്. മറ്റൊരു വ്യക്തിയെ കളിയാക്കുന്നവൻ, അവൻ്റെ മൂക്ക് നോക്കിയേ, അവൻ്റെ കണ്ണ് നോക്കിയേ, അവൻ്റെ ചുണ്ട് നോക്കിയേ, അയ്യോ അവൻ്റെ തല നോക്കിയേ. ശ്രദ്ധിച്ച് വേണം സംസാരിക്കാൻ. അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരെ കാണുന്നതുകൊണ്ടും അറിയുന്നത് കൊണ്ടും മനസ്സിലാക്കുന്നുകൊണ്ടും പറയുന്നതാ. കൃത്യം ഞായറാഴ്ച ചർച്ചിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അവരൊക്കെ. ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നതും കളിയാക്കുന്നതും ദൈവത്തെ അറിഞ്ഞവരായിരിക്കും. അവൻ്റെ കണ്ണ് നോക്കിയേന്ന് പറയുന്നത് കാണാനും കേൾക്കാനും ഒരാളുണ്ട്. അവൻ്റെ കണ്ണ് അങ്ങനെ വെച്ച ദൈവം, അവനെ അങ്ങനെ ആക്കിയ ദൈവം, അവൻ്റെ ചിരി അങ്ങനെ ആക്കിയ ദൈവം, അവൻ്റെ പല്ലിനെ അങ്ങനെ ആക്കിയ ദൈവം, അവൻ മറുപടി തന്നില്ലെങ്കിൽ അവൻ കേട്ടില്ലെങ്കിലും കേൾക്കുന്നുണ്ട്. പ്രൈസ് ടു ജീസസ്. സോ കളിയാക്കുന്ന ആത്മാവിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ, പരിഹസിക്കുന്ന ആത്മാവിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ, കുത്തി സംസാരിക്കുന്ന ആത്മാവിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ, മാർക്കിടുന്ന ആത്മാവ് നിന്ന് പുറത്തു വരണമെങ്കിൽ ഈ ആത്മാവിനെ ഉയരത്തിൽ നിന്ന് പ്രാപിക്കണം. മറ്റേത് ഈ കാറ്റുപോലെ എന്തോ വന്ന് ആവാഹിക്കപ്പെട്ട് നമ്മുടെ മേൽ കയറിയത് കൊണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നേ കേട്ടോ. അത് ഉയരത്തിൽ നിന്ന് വന്നതല്ല. നമ്മൾ പറയുന്നത് ഉയരത്തിൽ നിന്നുള്ളതിൽ നിന്ന് ഞാൻ ഇങ്ങനെ വിറച്ച് ആരാധിക്കുകയാണ്. നോ, ഈ പ്രപഞ്ചത്തിൽ നിന്ന് നിന്റെ മേൽ എങ്ങോട്ടോ പോയപ്പോൾ പറന്നൊരാവി പോലെ വന്ന് കയറിയ സാധനമാണ് നമ്മളെ കൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറയിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. മത്തായി എഴുതിയ സുവിശേഷം 26-ാമത്തെ അധ്യായം അതിൻ്റെ 58-ാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം. 58-ാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിൽ പറയുന്നു, യേശുവിനെ പിടിച്ചവരോ മഹാപുരോഹിതനായ കയ്യഫായുടെ അടുക്കൽ ശാസ്ത്രിമാരും മൂപ്പന്മാരും ഒന്നിച്ചുകൂടി ഇരിക്കുന്നിടത്ത് അവനെ കൊണ്ടുപോയി. എന്നാൽ പത്രോസ് ദൂരവേ മഹാപുരോഹിതന്റെ അരമനയോളം പിൻചെന്ന് അകത്ത് കടന്ന് അവസാനം കാണാൻ സേവകന്മാരോട് കൂടിയിരുന്നു. എടാ ഭീരുവേ, ഇത്രയും കാലം കർത്താവിൻ്റെ മുൻപേ കയറി നടന്നവനും കർത്താവിന് മുൻപേ വാളെടുത്ത് വെട്ടിയവനും കർത്താവ് പ്രതികരിക്കുന്നതിനേക്കാൾ അപ്പുറം പ്രതികരിച്ചതുമാകുന്ന മനുഷ്യനെ, അരുമനാഥനെ പിടിച്ച ശേഷം ശരിയായ ഒരു അനുഭവത്തിൽ കാണുകയാണ്. വാട്ട് ഈസ് പീറ്റർ എന്നുള്ളതിൻ്റെ മറുപടി കിട്ടി. എന്താ? മഹാഭീരു. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഇല്ലാത്ത സന്ദർഭത്തിലാണ് നമ്മൾ ചിലയിടത്ത് പതറി ഭീരുക്കളെ പോലെ പുറകിലേക്ക് നിൽക്കുന്നത്. മോനെ, നീ പുറകിലേക്ക് കുതറിമാറി നിൽക്കാനുള്ളവനല്ല. ഏതു സാഹചര്യത്തിൻ്റെ മുമ്പിലും ആത്മാവിൻ്റെ ശക്തിയുടെ മുൻപിലേക്ക് പോകാനുള്ളവനാണ്. നിനക്ക് വെച്ചിരിക്കുന്ന ഓട്ടം മുമ്പിലേക്ക് ഓടണമെന്നാണ് എബ്രായ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും വെച്ചേക്കുന്ന ഓട്ടം മുമ്പിലേക്ക് പോകണമെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുന്നത്. ഈ ഓട്ടത്തിൻ്റെ മധ്യത്തിൽ പലതും നിന്നെ, ഈ ഗാലറിയിൽ ഇരിക്കുന്ന എല്ലാവരും നിനക്ക് അനുകൂലമായി കൈയടിക്കത്തില്ല. ഓടുമ്പോൾ നമ്മൾ ഓടുന്ന സമയത്ത് ക്ലാപ്പ് കേൾക്കും, വിസിലടി കേൾക്കും, കൂവല് കേൾക്കും, മറ്റൊരു വ്യക്തിയെ പുകഴ്ത്തുന്നവരെ കേൾക്കും, നിന്നെ ഇകഴ്ത്തുന്നവരുടെ ശബ്ദം കേൾക്കും. ഗാലറിയിൽ ആരാ എന്നെ അംഗീകരിക്കുന്നത്, ആരാ എനിക്ക് അപ്ലോസ് ചെയ്യുന്നത്, ആരാ എനിക്ക് കീജയ് വിളിക്കുന്നത് നോക്കി ഓടാൻ നിന്നാൽ ബാക്കിയുള്ളവർ ഡെസ്റ്റിനേഷനിൽ എത്തി ട്രോഫിയും വാങ്ങി വീട്ടിൽ ചെന്നാലും നമ്മൾ 1/2 കിലോമീറ്റർ പുറകെ നിൽക്കത്തേ ഉള്ളൂ. ക്രിസ്തീയ ജീവിതത്തിൽ ആരുടെയും അംഗീകാരത്തിൽ ആ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് കൊണ്ടു നടക്കാൻ നിൽക്കരുത്. ആരും നമ്മളെ വളർത്തുമെന്നോ ആരും നമ്മളെ പണിതെടുക്കുമെന്നോ രീതിയിൽ നമ്മൾ ജീവിക്കാനോ ഓടാനോ നിൽക്കരുത്. ആരെന്തു പറയുന്നു എന്ന് നോക്കി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് നമ്മൾ മാർക്കിടാൻ നിൽക്കരുത്. നിന്നെ വിളിച്ചത് ദൈവമാ, നിന്നെ അഭിഷേകം ചെയ്തത് ദൈവമാ, നിന്നെ ഉയർത്തിയത് ദൈവമാ, നിന്നെ നിലനിർത്തിയിരിക്കുന്നത് ദൈവമാ, നാളിന്ന് വരെ സറ്റു പോകാതെ നിന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നതും ദൈവമാണെങ്കിൽ ദൈവം നിന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് മാത്രം ശ്രദ്ധിക്കുക. പത്രോസ് പേടിച്ചുപോയി. പത്രോസ് ഭീരുവായി പുറകിലേക്ക് മാറി നിന്നു. പെന്തക്കോസ്തിനു മുൻപേ പയ്യെ പിൻചെന്ന് അരമനയ്ക്കകത്ത് കടന്ന് അവസാനം എന്ത് നടക്കുമെന്ന് കാണാൻ വേണ്ടി ഒളിച്ചു നിന്നു. യേശുവിൻ്റെ കൂടെ ഉള്ള വ്യക്തിയാന്ന് പോലും പറയാൻ പത്രോസ് ഭയപ്പെട്ടു. പെന്തക്കോസ്തിന്റെ അനുഭവത്തിന് മുൻപേ പത്രോസ് ഒരു ഭീരുവായിരുന്നു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ 4-ാമത്തെ അധ്യായത്തിലേക്ക് തന്നെ, അപ്പോസ്തല പ്രവൃത്തികൾ 4-ാമത്തെ അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. 30-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റും, ആമേൻ, ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികളെ നോക്കണമേ, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധനായ
പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസർക്ക് കൃപ നൽകണമേ. ഈ പ്രാർത്ഥനയുടെ ആരോഗ്യം വേറെയാണ്. മനസ്സിലായോ? പൂർണ്ണ ധൈര്യത്തോടെ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കാൻ, ദൈവം അവരുടെ കൈകളിലൂടെ നടത്തുന്ന ഹീലിങ്സ് കൊണ്ട് കൊടുക്കാൻ അവരെ ബലപ്പെടുത്തിയ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ്. പെന്തക്കോസ്തിന് മുമ്പേ ഒരു പുരോഹിതന്മാരുടെ മുമ്പിലും നിൽക്കാത്ത പത്രോസ് പെന്തക്കോസ്തിന്റെ അനുഭവത്തിന് ശേഷം അവരുടെ മുഖത്തു നോക്കി സംസാരിക്കാനുള്ള ധൈര്യം പ്രാപിച്ചു. അവരെ ഇടിച്ചിരുത്താൻ വേണ്ടിയിട്ടല്ല, അവരുടെ മുഖത്തു നോക്കി ന്യായം സംസാരിക്കാൻ, കർത്താവായ യേശുവിനെ സാക്ഷീകരിക്കാൻ, സുവിശേഷം പറയാൻ ദൈവം ഒരു കഴിവും പ്രാഗൽഭ്യവും കൊടുത്തു. സുവിശേഷം പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങളുടെ ചുണ്ട് വിറയ്ക്കുന്നുണ്ടോ? സുവിശേഷം പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഭയം തോന്നുന്നുണ്ടോ? സുവിശേഷം പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾക്ക് വാക്ക് കിട്ടാത്ത അനുഭവമുണ്ടോ? ഭീരുത്വത്തിൻ്റെ ആത്മാവിൽ നിന്ന് നിന്നെ സുവിശേഷത്തിൻ്റെ ആത്മാവ് കയറിയ ഒരുവനാക്കി മാറ്റുവാൻ, ഒരുവളാക്കി മാറ്റുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. കാരണം 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കയാലും ആശ്ചര്യപ്പെട്ടു. നിന്റെ ജീവിതവും സ്വഭാവവും സംസാരവും പ്രവൃത്തിയും പോലും മനുഷ്യരെ ആശ്ചര്യപ്പെടുത്തുന്ന നിലയിലായിരിക്കും ഒരു പെന്തക്കോസ്തിൻ്റെ അനുഭവം താങ്കളുടെ മേൽ വന്നു കഴിഞ്ഞാൽ. ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. യോഹന്നാന്റെ സുവിശേഷം 21:21 നമുക്കൊന്ന് പോയി നോക്കിയാലോ? യോഹന്നാന്റെ സുവിശേഷം 21:21. യോഹന്നാന്റെ സുവിശേഷം, ഓ മൈറ്റി ജീസസ്, ഓ ജീസസ്, ആരാധന 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 യേശുവിനാരാധന. 21:21 നിങ്ങൾ വന്നേ. 20-ാമത്തെ വാക്യം മുതൽ വായിക്കാം ഞാൻ. പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ടു. അത്താഴത്തിൽ അവൻ്റെ നെഞ്ചോട് ചാഞ്ഞുകൊണ്ട്, കർത്താവേ, നിന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ആർ എന്ന് ചോദിച്ചത് ഇവൻ തന്നെ. അവനെ പത്രോസ് കണ്ടിട്ട്, കർത്താവേ, ഇവൻ എന്തു ഭവിക്കും എന്ന് യേശുവിനോട് ചോദിച്ചു. യേശു അവനോട്, ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ അതിന് നിനക്ക് എന്ത്? നീ എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. ഒരു വിളി പത്രോസിൻ്റെ മേൽ കിടന്നിരുന്നു. പക്ഷേ വിളിയെ മറന്ന് ജീവിച്ച വ്യക്തിയായിരുന്നു പത്രോസ്. വിളിയെ മറന്ന് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു പത്രോസ്. അതിൻ്റെ തെളിവാണ് ഞാൻ നിങ്ങളെ മർക്കോസിൻ്റെയും മത്തായിയുടെ സുവിശേഷത്തിൽ കൊണ്ടുപോയി കാണിച്ചത്. പിൻചെല്ലുക, ഒളിച്ചു നിൽക്കുക, ഞാൻ യേശുവിനെ അറിയത്തില്ലെന്ന് പറയുക. വിളിയെ മറന്നു പോകും പരിശുദ്ധാത്മാവിലെ ജീവിതം നമുക്കില്ലെങ്കിൽ. വിളിയെ മറന്നവൻ എന്ന ഒരു പേര് പത്രോസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ 1 പത്രോസ് 5:6 നാം പോകുമ്പോൾ, പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, 5-ാമത്തെ അധ്യായം പോകുമ്പോൾ, ആമേൻ, അതുകൊണ്ട് അവൻ 5:6, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. പെന്തക്കോസ്തിൻ്റെ അനുഭവത്തിന് ശേഷം പത്രോസ് ലെറ്റർ എഴുതിയപ്പോൾ തൻ്റെ അനുഭവത്തിൽ നിന്ന് എഴുതുകയാണ്, എന്ത് ചിന്താകുലം ഉണ്ടെങ്കിലും അങ്ങോട്ടേക്ക് നമുക്ക് കൊടുക്കാം. നിങ്ങൾക്ക് കാര്യം പിടികിട്ടുന്നുണ്ടോ? യോഹന്നാനി വന്നപ്പോൾ പത്രോസ് ചോദിക്കാം, ഇവൻ എന്ത് സംഭവിക്കും, അവൻ എന്ത് സംഭവിക്കും, എനിക്കെന്ത് കിട്ടും, അവനെന്ത്, എല്ലാം എനിക്കെന്തോ കിട്ടും എന്ന് മാത്രം ചോദിക്കുകയും നിനക്ക് ഇന്നത് കിട്ടും, അതിനുവേണ്ടി ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വിളിയെ മറന്നുള്ളൊരു ജീവിതത്തിലേക്ക് അവർ ജീവിക്കാൻ വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ
പെന്തക്കോസ്തിൻ്റെ അനുഭവം തൻ്റെ ശിഷ്യന്മാരുടെ മേൽ വന്നതിന് ശേഷം പത്രോസിൻ്റെ വാക്കിലും പത്രോസിൻ്റെ പ്രവൃത്തിയിലും പത്രോസിൻ്റെ പ്രാർത്ഥനയിലും പത്രോസിൻ്റെ ബോധ്യത്തിലും പത്രോസിൻ്റെ അഭിഷേകത്തിലും പത്രോസിൻ്റെ എഴുത്തുകളിലും വ്യത്യാസം വന്നു. ബുദ്ധിയിലെ ജീവിതമേ മറന്നുപോയി, ജഡത്തിലെ ജീവിതമേ മറന്നുപോയി, ബുദ്ധിയിലെ വാക്കേ മറന്നുപോയി. സകലതും ദൈവാശ്രയ ബോധത്തോടെ ചെയ്യാൻ താൻ ശീലിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്തു. മോളെ നീ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ. നീ പെന്തക്കോസ്തിൻ്റെ അനുഭവമുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൊരു പ്രചോദനമായിരിക്കും. നിങ്ങളെ കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാവും, ആർക്കെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാവും. പ്രയോജനം ഉണ്ടാവണം. നിങ്ങൾ പെന്തക്കോസ്തിൻ്റെ അനുഭവമുള്ള വ്യക്തിയാണോ, മറ്റുള്ളവർക്ക് നിങ്ങളെ കൊണ്ട് പ്രയോജനം ഉണ്ടാകണം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ. ആ സമയം പിടിച്ചത് കണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് സമയത്തെക്കുറിച്ച് സംസാരിച്ചു. മോർണിംഗ് മെസ്സേജ് അധികം ആരും ശ്രദ്ധിക്കുന്നില്ലെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ദാറ്റ്സ് ഓക്കെ. അതിനകത്ത് ഞാൻ സമയത്തെക്കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്തെക്കുറിച്ച് പഠിക്കുന്നത് ആത്മാവുള്ളൊരു വ്യക്തിയാണ്. ഇല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ കുറ്റപ്പെടുത്തും. നമ്മൾ ദൈവത്തെ കുറ്റപ്പെടുത്തും. അതുകൊണ്ട് അവൻ തക്ക സമയത്ത്. എന്നെ കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കാഞ്ഞിട്ടല്ല, ദൈവം ഒരു ടൈം വെച്ചിട്ടുണ്ട് അതിൻ്റെ മറുപടിക്ക്. ദൈവത്തിൻ്റെ ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രശ്നം വഷളായി അതിൻ്റെ കോൺസിക്വൻസസും അനുഭവിച്ചതിന് ശേഷം അല്ല കേട്ടോ ദൈവത്തിൻ്റെ മറുപടി വെളിപ്പെടുന്നത്. ശ്രദ്ധിക്കണേ. ദൈവത്തിൻ്റെ മറുപടി വെളിപ്പെടുന്ന സമയത്ത് ആ വിഷയത്തിനകത്തും നിനക്കൊരു ഉയർച്ചയുണ്ട്. നീ ഏതൊരു സബ്ജക്റ്റിനാണോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മറുപടിയെക്കുറിച്ച് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ സമയത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അത് വൈകത്തില്ലെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അത് തക്ക സമയമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ ഈ ദൂത് നിങ്ങൾക്കുള്ളതാ. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ. നിങ്ങൾ എപ്പോൾ ഉയരണമെന്ന് ദൈവത്തിനറിയാം. നിങ്ങളെപ്പോൾ ഉയരണമെന്ന് ദൈവത്തിനറിയാം. നിങ്ങളെപ്പോൾ ഉയർന്നാലേ പറക്കും ദൈവത്തിനറിയാം. പക്ഷിയെ അങ്ങോട്ട് മുട്ടയെന്ന് വിരിഞ്ഞ ഉടനെ അതിൻ്റെ തള്ളപ്പക്ഷി കൊത്തിപ്പറപ്പിക്കാൻ ശ്രമിക്കത്തില്ല. അതിന് ഇച്ചിരി മെച്യൂർ ആകാനായിട്ട് വെക്കും. ആദ്യമൊക്കെ വായിൽ കൊണ്ട് വെച്ച് കൊടുക്കും അതിന് ഫുഡ്. പിന്നെ തനിയെ കൊത്തിപ്പെറുക്കി തിന്നാൻ വേണ്ടി അതിനെ പ്രാപ്തനാക്കാനാണ് കൊത്തിപ്പറപ്പിക്കുന്നത്. എന്നതുപോലെ മുട്ടേന്ന് വിരിയുന്നതിന് മുന്നേ നീ പറക്കുന്ന ഒരു പക്ഷിയും പറയാറില്ലാത്തതുപോലെ നമ്മെ എപ്പോ ഉയർന്നാൽ നീ ഉയർന്നു തന്നെ നിൽക്കും, നീ വളഞ്ഞു പോകത്തില്ല എന്ന് ദൈവത്തിന് നന്നായിട്ടറിയാം. ഹല്ലേലൂയ. എപ്പം നിന്നെ അനോയിന്റ് ചെയ്യണമെന്ന് ദൈവത്തിനറിയാം. എപ്പം നിന്നെ വിളിച്ച വേലയ്ക്ക് ഇറക്കണമെന്ന് ദൈവത്തിനറിയാം. എപ്പം നിന്നെ ഓരോ സ്ഥലങ്ങളിലേക്ക് അയക്കണം ദൈവത്തിനറിയാം. ഹല്ലേലൂയ. നമ്മളാണ് കാലം കഴിഞ്ഞു പോയി ലോക അവസാനം വന്നു എന്ന് പറയുന്നത്. നോ. എപ്പോൾ താങ്കളെ ഉയർത്തണം, എപ്പോൾ ഉയർത്തിയാൽ നിങ്ങളുടെ ആ ഉയർച്ച ശാശ്വതമായിരിക്കും, എപ്പോഴാണ് നിങ്ങൾ ഉയരേണ്ടത്, നിങ്ങൾ എവിടെയാണ് താണുപോകാതിരിക്കേണ്ടത്, നിങ്ങൾ ഏത് നിലവാരത്തിലാണ് ഉയരേണ്ടത്, ഇതെല്ലാം ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ. ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഒരു പായിലായിരിക്കാം, പക്ഷെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ കയ്യിലാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ദൈവം വഹിച്ചേക്കുക. മോനെ, നിന്നെ തള്ളിയിടാൻ ആ കൈ തളർത്തണം. മനസ്സിലായോ? ആ കൈ തളർത്തണം. തളർത്തിയാൽ നമ്മൾ താഴെ വീഴും. അത് ഇനിയിപ്പോൾ ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പൻ. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം വെയിറ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം എക്സ്പെക്ട് ചെയ്തിരിക്കുന്നുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ സമ്മർദ്ദത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ടോ? ദൈവത്തിന്റെ ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ദൈവ പൈതലെ, നിങ്ങൾ ഇരിക്കുന്ന ദൈവത്തിന്റെ കയ്യിലാണ്. നമ്മൾ തളർന്നു പോകുമെന്ന് പറയും. എങ്ങനെ തളർന്നു പോകും? താങ്ങുന്ന കൈ തളരുന്നില്ലല്ലോ. ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. ഈ കൈക്ക് മുകളിൽ ഒരു വെള്ളം പൊങ്ങി ഒഴുകാൻ സാധ്യമല്ല നിന്നെ അതിൽ നിന്ന് പാറ്റിക്കൊണ്ട് പോകാൻ. ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴെ താണിരിപ്പിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ.
നിന്നെ മറയ്ക്കുന്ന കൈയാ കേട്ടോ. ആ കൈയുടെ കീഴിൽ നീ ഇരുന്നോ, ധൈര്യമായിട്ടിരുന്നു. ഞാൻ ഇങ്ങനെ എപ്പോഴും വിശ്വസിക്കുന്നത്, കർത്താവിൻ്റെ ഒരു കൈ ഇങ്ങനെ, മറ്റൊരു കൈ നിനക്ക് പ്രൊട്ടക്ഷനാ കുഞ്ഞെ, നിന്റെ ഫാമിലിക്ക് പ്രൊട്ടക്ഷനാ, നിങ്ങൾ ഇൻഷുർഡാ. ഹല്ലേലൂയ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. അവനാണ് നിന്നെ ചുറ്റിക്കുന്നത്, അവനാണ് നിന്നെ സംശയിപ്പിക്കുന്നത്, അവനാണ് നിന്നെ മടുപ്പിക്കുന്നത്, അവനാണ് നിന്നെ താഴെ തള്ളിയിടാൻ ശ്രമിക്കുന്നത്. എന്നാൽ പെന്തക്കോസ്തിലെ അനുഭവത്തിന് ശേഷം പത്രോസ് ഈ റെവലേഷൻ എല്ലാം പിടിച്ചിട്ട് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുവാൻ പകർന്നു കൊടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം ഉയർത്തി. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പലരെയും ഈ ഒരു അനുഭവത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഉയർത്താൻ ആഗ്രഹിക്കുകയാണ്. പലരെയും ഈ ഒരു അനുഭവത്തിലേക്ക് ദൈവം നിന്റെ മുമ്പും പിമ്പും ദൈവം മാറ്റും. നിന്റെ മുമ്പും പിമ്പും ദൈവം മാറ്റും. നിന്റെ ആദ്യം മുതൽ അവസാനം വരെ ദൈവം ചേഞ്ച് ചെയ്യാൻ പോവുക. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? നിങ്ങളെ കർത്താവ് ആദ്യം മുതൽ അവസാനം വരെ ചേഞ്ച് ചെയ്യാൻ പോവുക. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവില്ലാതെയും എനിക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയുമാകാം. പക്ഷേ പരിശുദ്ധാത്മാവ് വന്ന മനുഷ്യരുടെ ജീവിതം വ്യത്യസ്തമാണ്. എനിക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയാൻ വേണ്ടിയല്ല പരിശുദ്ധാത്മാവ് വേണ്ടത്. എനിക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അതിൻ്റെ അനുഭവത്തെ കൊടുക്കുന്നവനായി ഞാൻ മാറണം. പൗലോസിൻ്റെ മേൽ ഈ ദൈവസാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ പിന്നെ പൗലോസ് ഒരിടത്ത് അടങ്ങിയിരുന്നില്ല. അവൻ പൗലോസ്ലിഹ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവനായി മാറി. കൃപാവരങ്ങളെ പകർന്നു കൊടുക്കുന്നവനായി മാറി. പ്രയോജനമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവനായി മാറി. നീ ആത്മാവുള്ളവനാണെങ്കിൽ നിന്നിൽ നിന്ന് പകർച്ചകൾ ഉണ്ടാകും. നീ ആത്മാവുള്ളവനാണെങ്കിൽ നിന്നിൽ നിന്ന് പകർച്ചകൾ ഉണ്ടാകും. നീ ആത്മാവില്ലാത്തവനാണെങ്കിൽ നിന്നിൽ നിന്ന് തകർച്ചകൾ ഉണ്ടാകും. ആമേൻ. നീ ദൈവത്തിൻ്റെ ആത്മാവുള്ള വ്യക്തിയാണെങ്കിൽ നിന്നിൽ നിന്ന് പകർച്ചകൾ ഉണ്ടാകും. നീ ദൈവത്തിൻ്റെ ആത്മാവിനാലല്ല നയിക്കപ്പെടുന്നതെങ്കിൽ തകർച്ചകൾ ഉണ്ടാകും. ഇന്ന് അതിൻ്റെ ഇമ്പോർട്ടൻസ് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങുക. വേണമെങ്കിൽ ഒരു പ്രവചനം അങ്ങോട്ട് അടിച്ചിട്ടേച്ചും പോകാം. അങ്ങനല്ല. പരിശുദ്ധാത്മാവാണ് പ്രവചനങ്ങൾ എൻ്റെ ജീവിതത്തിൽ സാധ്യമാക്കാൻ. ആമേൻ. എനിക്ക് പരിശുദ്ധാത്മാവിനെ മതി എന്ന് പറയുന്ന എത്ര ദൈവമക്കളുണ്ട്? എനിക്ക് പരിശുദ്ധാത്മാവിനെ മതി. എനിക്ക് പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയത്തില്ല. അല്ലാതെ എനിക്കൊരു സക്സസ്ഫുൾ ലൈഫ് ഇല്ല. ഹോളി സ്പിരിറ്റ് ഇല്ലാതെ സക്സസ്ഫുൾ ലൈഫ് ഇല്ല. ആമേൻ. കാരണം ഈ ലോകത്ത് നമ്മളിപ്പോൾ വായിച്ചതേ ഉള്ളൂ, പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 5 വായിച്ചതേ ഉള്ളൂ. ഈ ലോകത്തിൽ സാത്താൻ ചുറ്റി നടക്കുന്നു. അവൻ ഷട്ടിൽ പോലെ അങ്ങനെ ചുറ്റി നടക്കുക. അവന് കാർ ഷെഡില്ല കാർ പാർക്ക് ചെയ്യാൻ. അവന് പാർക്ക് ചെയ്യണ്ട. അവൻ 24 മണിക്കൂറും അവൻ ഉണർന്നു തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. കാരണം അല്പകാലമേ ഉള്ളൂ. ആരെ പിടിക്കണം, ആരെ വീഴ്ത്തണം, ആരെ സ്വാധീനിക്കണം, ആരെ വശീകരിക്കണം, ആരെ ഭാവിയാക്കണം എന്ന് പറഞ്ഞ് അവൻ ചുറ്റി നടക്കുമ്പോൾ രക്ഷയിൽ നിങ്ങൾക്ക് കയറണമെങ്കിൽ ഇപ്പോൾ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. അവനാണ് രക്ഷാകാരകൻ അവനാകുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ കർത്താവല്ലാതെ ആമേൻ ഈ ആകാശത്തിൻ്റെ കീഴിൽ വേറെ ഒരു നാമവുമില്ല നമുക്ക് രക്ഷ നേടുവാൻ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ ദൈവം നിങ്ങൾക്ക് ഒരു വഴിയാണ്. നിങ്ങളെ സത്യത്തിൽ നിലനിർത്തും, നിങ്ങളെ ജീവനിൽ നടത്തും. വിശ്വസിക്കുന്നുവെങ്കിൽ ആ കർത്താവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക, വിളിക്കുക, ക്ഷണിക്കുക. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരണമെന്ന് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ ആത്മാവെ നന്ദി. എന്നോട് ദൈവാത്മാവ് പറയുകയാണ്, ദൈവത്തിന് ആരോടൊക്കെയോ ഭയങ്കര ഒരു മനസ്സലിവുണ്ടാകുന്നൊരു സമയം. ആരുടെയൊക്കെയോ ജീവിതത്തോട് ഭയങ്കര മനസ്സലിവ്.
ആർക്ക് നിങ്ങളോട് സഹതാപമില്ലെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് സഹതാപം ഉണ്ടാകും. സഹതാപം കാണിക്കാതിരിക്കാൻ അവൻ മനുഷ്യനല്ല. ഹല്ലേലൂയ. ദൈവത്തിന് ആരുടെയൊക്കെയോ ജീവിതത്തോട് ഭയങ്കര കരുണയുണ്ടാകുകയാണ്, ആരുടെയൊക്കെയോ ലൈഫിനോട് ഭയങ്കര സ്നേഹം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചേ, എല്ലാ ദൈവമക്കളും. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ആരെയൊക്കെയോ പാപത്തിൻ്റെ കെട്ടുകളിൽ നിന്ന് സ്വാതന്ത്ര്യമാക്കുകയാണ്. പാപത്തിൻ്റെ അടിമത്തം വ്യക്തമായി പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു വാക്ക് എൻ്റെ വായിൽ തരുന്നുണ്ട്. പാപത്തിൻ്റെ ആ ചേറ്റിൽ നിന്ന് നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ, നിങ്ങൾ ചേർച്ചുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ തന്നെ, നിങ്ങൾ ഈ മെസ്സേജ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ, നിങ്ങൾ ദൈവിക കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ, പാപത്തിൻ്റെ വള്ളികൾ നിന്നെ വിട്ട് മാറിയിട്ടില്ല, പാപത്തിൻ്റെ ശക്തികൾ നിന്നെ വിട്ട് മാറിയിട്ടില്ല, പാപത്തിൻ്റെ സ്വാധീനം, പാപത്തിൻ്റെ ആസക്തി, പാപത്തിൻ്റെ ചിന്ത നിന്നെ വിട്ട് മാറിയിട്ടില്ല. ആ ഒരു അവസ്ഥയിൽ കഴിയുന്ന ചില വ്യക്തികളെ യേശു വളരെ 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 സ്നേഹത്തോടെ അവരിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പാപത്തിൻ്റെ സ്വാധീനം ചിലരുടെ ലൈഫിൽ നിന്ന് ക്യാൻസൽ ആകുകയാണ്. നിന്റെ കണ്ണുകൾ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണോ? നിന്റെ വായ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യത്തിനകത്താണോ? നിന്റെ മനസ്സ് കൺട്രോളിൽ നിൽക്കാത്ത അവസ്ഥയിലാണോ? നിന്റെ കൈകളെ നിനക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥകളാണോ? കാലിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥകളാണോ? നാവിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയാണോ? ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയാണോ? യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ രക്ഷിക്കുന്ന കരം ഇതിൻ്റെ മധ്യത്തിലുണ്ട് കുഞ്ഞെ. രക്ഷിക്കുന്ന കരം നിന്റെ അരികിലുണ്ട്. യേശുവേ, അപ്പാ, ഈ ഒരു സ്വാതന്ത്ര്യത്തിനാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്ന് പറയുന്നവർ ഇതിനകത്തുണ്ടെന്ന് ദൈവാത്മാവ് എനിക്ക് ബോധ്യം നൽകുന്നുണ്ട്. എൻ്റെ പ്രവചനാത്മാവിൽ പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ പറയുന്നു. അപ്പാ, ഇതിനകത്ത് നല്ലേ ഞാൻ സ്വതന്ത്രമാകാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നവൻ്റെ മേൽ ആ ദൈവത്തിൻ്റെ ജീവന്റെ കരം വെക്കുകയാണ്. ആ ജീവന്റെ കരം വെക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ ദൈവ സാന്നിധ്യം ഇതിനകത്ത് അലയടിക്കുകയാണ്. ഭയങ്കര ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്ത്. ആമേൻ. എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു, വ്യക്തികളെ സ്വതന്ത്രമാക്കുന്ന ഒരു ദൈവ സാന്നിധ്യമാണിത്. വ്യക്തികളെ കേവലം നിങ്ങളെ കൈയടിപ്പിക്കുന്നതല്ല, കേവലം നിങ്ങളെ ഒന്ന് എൻകറേജ് ചെയ്യുന്നതല്ല, നിങ്ങളെ സ്വതന്ത്രമാക്കുന്ന ഒരു കാറ്റ്. ഒരറ്റത്ത് ഒരു ദിക്കിൽ നിന്ന് മറ്റൊരു ദിക്കിലേക്ക് അങ്ങനെ 4 ദിക്കും ചുറ്റിക്കറങ്ങി നിന്റെ മേൽ തൊടുന്ന ഒരു ദൈവിക കാറ്റ് ഈ സെക്കൻഡിൽ നിന്റെ മേൽ അടിക്കുകയാണ്. ഇതിനകത്ത് പാപികൾ മാനസാന്തരപ്പെടുന്ന ഒരു സമയം, രോഗികൾ സൗഖ്യമാകുന്ന ഒരു സമയം, ഇപ്പോൾ തന്നെ പാപികൾ മാനസാന്തരപ്പെടുന്ന സമയം, രോഗികൾ സൗഖ്യമാകുന്ന സമയം, പല തരത്തിലുള്ള ദുരാത്മബാധിതർ വിടുവിക്കപ്പെടുന്ന സമയം. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ വചനം ചലിക്കുന്നു, സ്വതന്ത്രമാക്കുന്ന ദൈവത്തിന്റെ വചനം ചലിക്കുന്നു. ഇപ്പോൾ സ്വീകരിക്കാൻ കഴിവുള്ളവർ, സ്വീകരിക്കാൻ മനസ്സുള്ളവർ, സ്വീകരിക്കാൻ ദാഹമുള്ളവർ യേശുവിന്റെ നാമത്തിൽ ഇത് സ്വീകരിക്കട്ടെ. ഡീമൺ സ്പിരിറ്റുകൾ വിട്ടുപോകുന്നു, ഡീമൺ സ്പിരിറ്റുകൾ യേശുവിന്റെ നാമത്തിൽ ഡീമൺ സ്പിരിറ്റ് യേശുവിന്റെ നാമത്തിൽ come out from the body. എല്ലാ ഡീമൺ സ്പിരിറ്റുകളും യേശുവിന്റെ നാമത്തിൽ പുറത്തുവാ. വ്യക്തമായി പരിശുദ്ധാത്മാവിനോട് 2 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, ഡീമൺ സ്പിരിറ്റുകൾ വിട്ടുപോകുന്നു. 2, പാപത്തിൽ കിടക്കുന്ന വ്യക്തികൾ മാനസാന്തരപ്പെടുന്നു. ഒന്ന്, ഡീമൺ സ്പിരിറ്റുകൾ ചില ശരീരത്തിൽ നിന്ന്, ചില ബോഡിയിൽ നിന്ന് ഇപ്പോൾ തന്നെ പുറത്തു പോകുന്നു. 2, പാപത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന വ്യക്തികൾ ഹീലാകുന്നു. ഇപ്പോൾ തന്നെ അവർ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കർത്താവ് ഉയർത്തുന്നു. ജഡത്തിന്റെ സ്വാധീനങ്ങൾ അഴിയട്ടെ. എല്ലാ ഡീമൺ പൊസഷൻസ് യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ഔട്ട്. Rasuko atakasta kasta esprataku satara യേശു തീ കറൂസലേബി in the name of Jesus. നിന്റെ ഭവനത്തിനകത്ത് ഡീമൺ ഉണ്ടെങ്കിൽ ശാസിക്കുക, നിന്റെ ബോഡിയിൽ ഡീമൺ ഉണ്ടെങ്കിൽ ശാസിക്കുക, നിന്റെ ചിന്തയിൽ ഡീമൺ ഉണ്ടെങ്കിൽ ശാസിക്കുക. എല്ലാ ഡീമൺ പൊസഷൻസ് ക്യാൻസൽ. Fire. Yeshua Rafa Egratabu Sadarakaba. Amen, amen, amen. Shalalala Mahasi Antoruna Bahasta Brautas Kamani Aperiga Produbiga Chasi Dahana Aperia. Amen. കുഞ്ഞെ, നീ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? നീ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? നീ അറിയുന്നുണ്ടോ? പക്ഷെ തീ കത്തുന്ന ഒരു സ്റ്റേഷനിലാ നീ നിൽക്കുന്നത്. തീ കത്തുന്ന ഒരു സ്റ്റേഷനിലാണ് നീ നിൽക്കുന്നത്. നീ ആദർശികമായി കയറിയതാണോ? ആരെങ്കിലും നിന്നെ തള്ളി കയറ്റിയതാണോ? പക്ഷെ നീ നിൽക്കുന്ന സ്ഥലം തീ കത്തുന്ന സ്റ്റേഷനാ.
എന്നോട് ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു, തീ കത്തുന്ന ഒരു സ്റ്റേഷൻ. പവർ ഓഫ് ഗാഡ് നിനക്കൊരു മുമ്പും ഒരു പിമ്പും ദൈവം സാക്ഷ്യത്തിനിട്ടതാ. നിനക്കൊരു മുമ്പും നിനക്കൊരു പിമ്പും ദൈവം സാക്ഷ്യത്തിനിട്ടതാ. പത്രോസേ, നിനക്കൊരു പിമ്പുള്ളത് കൊണ്ട്, നിനക്കൊരു ഒരു മുൻകാലമുള്ളത് ദൈവം വെറുക്കുന്നില്ല. നിന്റെ മുൻകാലം അനേകർക്കൊരു സാക്ഷിയാക്കിയതാ. നിന്റെ മുന്നത്തെ തകർച്ച ദൈവം ഒരു സാക്ഷ്യത്തിനാക്കി മാറ്റും. മുന്നത്തെ പരാജയം സാക്ഷ്യത്തിനാക്കി മാറ്റും. മുന്നിലത്തെ ഒരു പിന്മാറൽ, ബാക്ക് സ്ലൈഡിങ്, ആമേൻ, ഒരു പിന്മാറ്റം ദൈവം സാക്ഷ്യത്തിനാക്കി മാറ്റും. ഒരു മുമ്പും ഒരു പിമ്പും ദൈവത്തിന്റെ കൃപയാകുഞ്ഞേ. ഒരു മുമ്പും പിമ്പും ദൈവത്തിൽ വന്നാലേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഓഫർ. ദൈവത്തിൽ വന്നാൽ നിന്റെ മുൻകാലവും പിൻകാലവും, മുമ്പും പിമ്പും ദൈവം സാക്ഷ്യത്തിനാക്കി മാറ്റും. നിനക്ക് അങ്ങനെ ഒരു തകർച്ച വന്നത്, ഇങ്ങനൊരു അവസ്ഥ വന്നത് ദൈവം സാക്ഷ്യത്തിനാക്കി മാറ്റും. വിശ്വസിക്കുന്നു, തീ കത്തുന്ന സ്റ്റേഷനിൽ നിന്ന് ദൈവം ഈ സന്ദേശം നിന്നെ അറിയിക്കുകയാ. പുറത്തുവാ, എല്ലാ കെട്ടുകൾക്കകത്ത് പുറത്തുവാ, എല്ലാ ഇരുട്ടിന്റെ കോട്ടകൾക്കകത്ത് നിന്ന് പുറത്തുവാ, എല്ലാ ഇരുട്ടിന്റെ അവകാശങ്ങളിൽ നിന്ന് പുറത്തുവാ. ഈ രക്തം പോകുന്ന രോഗം, ലൈക്ക് പൈൽസ്, അതുപോലുള്ള ചില കാര്യങ്ങൾ ദൈവത്തിന്റെ ഹീലിംഗ്. നിന്നെയാ ദൈവം തൊടുന്നത്, നിന്നെയാ കർത്താവ് ഹീൽ ചെയ്യുന്നത്. Come on, take your deliverance, receive it. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ തീ, ദൈവത്തിന്റെ തീ ചിലരുടെ മേൽ ഇറങ്ങുകയാണ്. സർജറി പറഞ്ഞ കാര്യങ്ങളുടെ മേൽ സീനായി മലയിൽ നിന്നൊരു തീ ഇറങ്ങുകയാണ്. യേശുവിന്റെ സർജറി പറഞ്ഞ കാര്യങ്ങളുടെ മേൽ ഒരു തീ ഇറങ്ങുകയാണ്. യേശുവിന്റെ നാമത്തിൽ മിനിസ്ട്രിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി കർത്താവിന്റെ ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ തന്നെ രോഗത്തിനകത്ത് ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് ഒരു സർജറി വേണമെന്ന് പറഞ്ഞിട്ട്, ഒരു സർജറി വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അതിന്റെ ഒരു ഹീലിംഗിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിയെ യേശു സൗഖ്യമാക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഒന്നുകൂടെ പറയാം, മിനിസ്ട്രിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി, കർത്താവിന്റെ വേലയിൽ നിൽക്കുന്ന ഒരു വ്യക്തി, ആമേൻ. ഒരു സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞൊരു കേസിന് എന്റെ മേൽ കത്തിവെക്കാൻ നീ അനുവദിക്കരുത്, നീ എന്നെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ സഹോദരിയുടെ മേൽ ദൈവത്തിന്റെ കൈ വീഴുകയാണ്, ദൈവത്തിന്റെ തീ വീഴുകയാണ്. ദൈവം നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. കർത്താവിന്റെ വചനം അയച്ച് നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. കാരണം സൗഖ്യമാക്കുന്ന കരം കൂടെയിരിക്കുന്നു. യേശുനാമത്തിൽ വായൊന്ന് തുറന്ന് ദൈവത്തെ സ്തുതിച്ച് എല്ലാ സിനിമ കാണുന്ന ലാഘവവും വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ എന്തുവാ ഇതിനകത്ത് നടക്കുന്ന എക്സ്പ്രഷൻ എന്ന് കാണുവാനുള്ള ആ ചിന്ത വിട്ടുപോ. ഈ സ്റ്റേഷൻ വേറെയാണെന്ന് മനസ്സിലാക്കുന്നവർ, വന്നെത്തി നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണെന്ന് മനസ്സിലാക്കുന്നവർ ചെരുപ്പഴിച്ചു മാറ്റ്. പലയിടവും കയറി ഇറങ്ങി ചെരുപ്പഴിച്ചു മാറ്റ്. യേശുവിന്റെ നാമത്തിൽ ഇത് വിശുദ്ധ ഭൂമി, ഇത് വിശുദ്ധന്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന സമയം, ഇത് വിശുദ്ധ സ്ഥലം, ഇത് വിശുദ്ധ സമയം. അതുകൊണ്ടാണ് പറഞ്ഞത് ഡീമൻസിന് പുറത്തു പോകാമെന്ന്. ഞാൻ ഡീമൻ പൊസസ്ഡ് ആയിരിക്കുന്ന ബോഡിയെ നോക്കി കൽപ്പിക്കുന്നു, ആ സ്പിരിറ്റിനെ നോക്കി കൽപ്പിക്കുന്നു. വ്യക്തികളെ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന സകല ദുഷ്ടാത്മാവെ വിട്ടുമാറ്. യേശുവിന്റെ കാൽ കീഴിലേക്ക് പോയി മറയുക. Amen. Oh rikana baba namshana baba hesi likuni richa mama hetusi afada ruchalaga mani sadara bahandalaba. Amen. The power of the God. ഭവനത്തെ സ്വതന്ത്രമാക്കുന്നു, വ്യക്തികളെ സ്വതന്ത്രമാക്കുന്നു, തലമുറകളെ സ്വതന്ത്രമാക്കുന്നു, ഫിനാൻഷ്യൽ മേഖലകൾ സ്വതന്ത്രമാക്കുന്നു, മിനിസ്ട്രി സ്വതന്ത്രമാക്കുന്നു, ലൈഫ് സ്വതന്ത്രമാക്കുന്നു, ബോഡി സ്വതന്ത്രമാക്കുന്നു, മനസ്സ് സ്വതന്ത്രമാക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ ദൈവശക്തി റിലീസ് ചെയ്യുന്നു. Release. Rababaya Sako. Release. Amen. Deliverance. ഇതിനകത്ത് സംഭവിക്കുന്നു. വിശ്വസിക്കുന്നവർ സ്വീകരിക്കുക. സംഭവിക്കുന്നു. യൂട്യൂബിൽ കാണുന്ന ദൈവമക്കൾ ഡെലിവറൻസ് നിങ്ങളുടെ മേൽ നടക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്.
നിങ്ങളുടെ മേൽ നടക്കുന്ന ഡെലിവറൻസിന്റെ കാര്യം ഞാൻ പറയുന്നത്. സ്വീകരിക്കുക. കർത്താവ് തന്നെ തൊടുക. റിസീവ് ബൈ ദ ഫെയ്ത്ത്, ബൈ ദ ഫെയ്ത്ത്, ബൈ ദ ഫെയ്ത്ത്. വിശ്വാസത്തോടെ, വിശ്വാസത്തോടെ സ്വീകരിക്കുക. കർത്താവ് തന്നെ തൊടുക. യേശുവിന്റെ ആത്മാവ് നിന്നെ സ്വതന്ത്രമാക്കുകയാണ്. യേശുവിന്റെ ആത്മാവ് നിന്നെ സ്വതന്ത്രമാക്കുകയാണ്. എല്ലാ പാപത്തിന്റെ ചേറ്റിൽ നിന്നെ കർത്താവ് പുറത്തെടുക്കുകയാണ്. ആമേൻ, 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 ആമേൻ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഡെലിവറൻസ് ഉണ്ടാകട്ടെ, ഡെലിവറൻസ് ഉണ്ടാകട്ടെ, ഡെലിവറൻസ് ഉണ്ടാകട്ടെ. നിന്റെ ശരീരത്തെ നീ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങും. നിന്റെ ശരീരത്തിൽ നീ തന്നെ പാപം ചെയ്യുന്നൊരവസ്ഥയുണ്ടോ? നിന്റെ ശരീരത്തിൽ നീ തന്നെ സ്വയം പാപം ചെയ്യുന്നൊരവസ്ഥയുണ്ടോ? നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണെന്ന് നിന്നെ ഇന്ന് ദൈവം ബോധ്യപ്പെടുത്തും. ഇന്ന് നിന്നെ ബോധ്യപ്പെടുത്തും ദൈവം. ദൈവം നിന്നെ ഇന്ന് ഹീൽ ചെയ്യും. ദൈവം നിന്നെ ഇന്ന് വിസ്ഡമുള്ള വ്യക്തിയാക്കി മാറ്റും. നിന്റെ ശരീരത്തെ നീ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങും. റെസ്പെക്ട്, അങ്ങനെയുള്ള വ്യക്തികൾ ഇതിനകത്തുണ്ട്, അങ്ങനെയുള്ള വ്യക്തികൾ ഇതിനകത്തുണ്ട്. യേശുവിന്റെ നാമത്തിൽ നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാകുഞ്ഞേ, ദൈവത്തിന്റെ മന്ദിരമാ. അത് പാപം ചെയ്ത് സുഖിക്കാനുള്ളതല്ല. യേശുവിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, നിന്നെ ദൈവം കൈവിട്ടിട്ടില്ല, നിന്നെ ദൈവം ഉപേക്ഷിച്ചിട്ടില്ല. അത് തിരിച്ചറിഞ്ഞ പത്രോസ് പറയുന്നു, ആമേൻ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഓരോരുത്തൻ താൻ്റെ പാപത്തിൽ നിന്ന് തിരിഞ്ഞു മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റാൽ അവൻ രക്ഷിക്കപ്പെട്ടു, അവൻ രക്ഷിക്കപ്പെട്ടു. പറ, യേശുവേ എൻ്റെ ശരീരത്തിലേക്ക് വരണമേ. പറയും, എൻ്റെ ശരീരത്തെ ഞാൻ ഏൽപ്പിക്കുന്ന കർത്താവേ, ഇനി പാപത്തിന് ഞാൻ സമർപ്പിക്കത്തില്ല. എൻ്റെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങൾക്കായി ഞാൻ മൈറ്റി ഗോഡ് നീതിയുടെ ആയുധങ്ങളായി ഞാൻ ഏൽപ്പിക്കുന്നു. നീതിയുടെ ആയുധങ്ങളായി ഞാൻ ഏൽപ്പിക്കുന്നു. എൻ്റെ അവയവങ്ങൾ കൊടുക്ക ദൈവത്തിന്റെ കയ്യിൽ, കൊടുക്ക ദൈവത്തിന്റെ കയ്യിൽ. നിന്റെ അവയവങ്ങൾ ദൈവത്തിന്റെ കയ്യിൽ കൊടുക്ക. നിന്റെ നാവാണോ നിന്നെ പിഴപ്പിക്കുന്നേ? നിന്റെ കൈയാണോ നിന്നെ പാപം ചെയ്യിക്കുന്നേ? കൊടുക്ക ദൈവത്തിന്റെ കയ്യിൽ. ആത്മാവിനോട് വ്യക്തമായി പറയുന്നു, ഞാൻ കാണുന്നു ഒരു കൂട്ടം ദുരാത്മാക്കൾ ഒരു ലോബിയായി നിന്നുകൊണ്ട് I can see that world right now. ഒരു കൂട്ടം ലോബി, ഒരു കൂട്ടം ദുഷ്ടാത്മാക്കൾ കൂട്ടമായി നിന്നുകൊണ്ട് വ്യക്തികളെ സ്വാധീനിച്ച് പാപത്തിന്റെ അടിമത്തത്തിൽ ഇടുന്നൊരു കാലമായത്. ആ കാലത്തിന്മേൽ എന്റെ കർത്താവിന്റെ കൈ വരുന്നു. യേശുവിന്റെ നാമത്തിൽ പിടികിട്ടാത്തൊരു കൂട്ടമുണ്ട്, എണ്ണ മേത്തു വീണൊരു കൂട്ടമുണ്ട്, പിടിച്ച വഴുതിപ്പോകുന്ന ഒരു കൂട്ടമുണ്ട്, പിടിച്ച എണ്ണ മേത്തു വീണൊരു കൂട്ടം, എണ്ണ ശരീരത്തിൽ വീണൊരു കൂട്ടമുണ്ട്. അവൻ പിടിച്ചാലും പിടികിട്ടാത്ത പോലെ വഴുതി പോകുന്ന ഒരു കൂട്ടം. ആ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണം. എണ്ണ വറ്റിപ്പോകാത്ത ഒരു ജീവിതം. യേശുവിന്റെ നാമത്തിൽ കുഞ്ഞെ, അതുപോലത്തെ ലോബികളായി ഇന്ന് തകരുന്നേ. പൈശാചിക ലോബികൾ തകരുകയാണെന്ന് ആത്മാവിനോട് പറയുന്നു. ഈ മെസ്സേജ് ഭയങ്കരമാകുന്ന ഷാർപ്പായിട്ട് കൊള്ളുകയാ ചിലർക്ക്. ഭയങ്കര ഷാർപ്പായിട്ട് കൊള്ളുക ഈ മെസ്സേജ്, ഭയങ്കര ഷാർപ്പായിട്ട് കൊള്ളുക മെസ്സേജ്. യേശുവിന്റെ നാമത്തിൽ പൈശാചിക ലോബികൾ തകരുന്നു. ഒരു കൂട്ടം ദുഷ്ടശക്തികളുടെ മേൽ ദൈവത്തിന്റെ തീ വീഴുകയാണ്. യേശുവിന്റെ നാമത്തിൽ വലിയ ഡെലിവറൻസുകൾ നടക്കുന്നു, അസാധാരണ ഡെലിവറൻസുകൾ നടക്കുന്നു. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ലോർഡ്, ഏൽപ്പിക്കുക കർത്താവിന്റെ കയ്യിൽ. നിനക്ക് എന്തെങ്കിലും ദൈവത്തോട് പറയാനുണ്ടെങ്കിൽ ഏൽപ്പിക്കുക, ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുക. നിനക്ക് എന്തെങ്കിലും കർത്താവിനോട് സമ്മതിക്കാനുണ്ടെങ്കിൽ സമ്മതിക്കുക. ദിസ് ഈസ് യുവർ ടൈം ഫോർ യുവർ ഡെലിവറൻസ്. ഏൽപ്പിക്കുക, സമർപ്പിക്കുക. പറയൂ, അപ്പ പറ്റിപ്പോയി, അപ്പ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു, അപ്പ ഞാൻ എന്നെ തരുന്നു. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയത്തില്ല. ശുദ്ധീകരണം കൂടാതെ അങ്ങനെ തന്നെ നശിച്ചു, ഉള്ളതും കൂടെ നശിക്കും. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയത്തില്ല. പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെയാണ് എല്ലാം. എന്തൊരു ദൂത് കേട്ടിട്ടുണ്ടോ, വാഗ്ദത്തം കേട്ടിട്ടുണ്ടോ, പ്രവചനം കേട്ടിട്ടുണ്ടോ, എന്തോ നിനക്ക് സാധ്യപ്പെടുത്തണമെങ്കിൽ, ദൈവത്തിൽ നിന്ന് കേട്ടത് വല്ലതും നടക്കണമെങ്കിൽ ദൈവത്തിൻ്റെതായി മാറണം. ആമേൻ. പ്രാർത്ഥിച്ചേ, സമർപ്പിക്കുക, ഏറ്റുപറയുക. എന്തെങ്കിലുമൊക്കെ ഏറ്റുപറയാനുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഏറ്റുപറയുക. ആരെങ്കിലുമൊക്കെ വേദനിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റുപറയുക. ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം പുതിയത് ആരുടെയോ മേൽ എഴുതുകയാണ്. പുതിയൊരു എഴുത്ത് ദൈവം എഴുതുന്നത് എന്നെ കാണിക്കുന്നു. നിന്നെ കൊണ്ടുള്ള പുതിയ പദ്ധതികൾ ദൈവം തയ്യാറാക്കും. നിന്റെ പെർപ്പസ് ചേഞ്ച് ആകാൻ പോകും. നിന്റെ പെർപ്പസ് ദൈവം ചേഞ്ച് ചെയ്യും.
നിന്നെ കൊണ്ടുള്ള ഉപയോഗം ദൈവം ചേഞ്ച് ചെയ്യും. നിന്റെ ശരീരം സാത്താനല്ലേ ഉപയോഗിച്ചേ, ഇനി ദൈവം ഉപയോഗിക്കും. നിന്റെ കൈകളും നിന്റെ കാലുകളും നിന്റെ നാവും നിന്റെ കണ്ണും എല്ലാം സാത്താനല്ലേ ഉപയോഗിച്ചേ, ഇനി ദൈവം ഉപയോഗിച്ച എങ്ങനെയുണ്ടെന്ന് കാണിക്കും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കാൻ ചിലരുടെ ശരീരത്തിൽ നിന്നൊരു വലിയ വടം കയറ് പോലെ ഒന്ന് അഴിഞ്ഞു മാറുന്നത്. പിതാവേ, ഈ ജനത്തോട് പറയുവാൻ എന്നെ ഏൽപ്പിച്ചത് ഞാൻ പറഞ്ഞു. അതിനവിടുന്ന് എനിക്ക് തന്ന ബലത്തിന് സ്തോത്രം. ഒത്തിരി ദൈവജനം ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ ഹീലായതിനായി സ്തോത്രം. മാനസികമായും ശാരീരികമായും സ്പിരിച്വലായും അവർ ഹീലായതിനായി സ്തോത്രം. ഇവരുടെ ജീവിതത്തെ അവിടുന്ന് സന്ദർശിച്ച് ഇവർക്ക് വേണ്ടുന്നത് നൽകി ഇവരെ മാനിച്ചതിനായി സ്തോത്രം. കർത്താവേ, എന്നെയും ഞാൻ അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു. അടിൻ്റെ കുടുംബം, മിനിസ്ട്രി സകലതും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദുഷ്ടൻ കാണാതെ വണ്ണം അതിനെ യഹോവ മറച്ചുകൊള്ളണം. അടുത്ത ദിവസം ഇതിനേക്കാൾ ശക്തിയോടെ എഴുന്നേൽക്കുവാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യണം. ആത്മാവിൽ 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 ഈ പ്ലാറ്റ്ഫോമിനകത്തുള്ള ഓരോ ശുശ്രൂഷകളും ചെയ്യുവാൻ അധികം ബലപ്പെടുത്തണം. ഈ ജനത്തെ ഞാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു, അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്ത ഓരോ ദൈവജനത്തോടും, കർത്താവ് കേൾപ്പിച്ച ജീവനുള്ള തിരുവെഴുത്തിനോടും, നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളോടും ഇപ്പോഴും എപ്പോഴും അരുമനാഥൻ്റെ വരവോളവും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് യേശുക്രിസ്തു മൂലം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഞങ്ങളുടെ ഈ കൂട്ടായ്മയും ഈ മിനിസ്ട്രിയും ശുശ്രൂഷകളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഞങ്ങളോട് പങ്കുവെക്കുക. ഒപ്പം ഞങ്ങളുടെ ഈ മീറ്റിംഗ് ആൻഡ് മെസ്സേജ് നിങ്ങൾ ലൈക്ക് ചെയ്തതിന് ശേഷം മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാ ദിവസവും വചനം കേൾക്കാൻ താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് കർത്താവിൻ്റെ വചനം കൂടുതൽ കേൾക്കാനും പഠിക്കാനും അതിൽ തന്നെ ജീവിക്കാനും കൊതിയുള്ളൊരു വ്യക്തിയാണോ? നിങ്ങൾക്കതിനുള്ള അവസരം ഈ പ്ലാറ്റ്ഫോമിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും ഞങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിൽ മീറ്റിംഗ് നടക്കുന്നു. രാവിലെ 6:30 മണിക്ക് യൂട്യൂബിൽ മാത്രവും വൈകുന്നേരം 6:30 മണിക്ക് യൂട്യൂബിലും സൂമിലുമായി മീറ്റിംഗ് നടക്കുന്നു. നിങ്ങൾക്ക് എല്ലാ ദിവസവും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇല്ല, നിങ്ങൾക്ക് ഞങ്ങളുടെ സൂം മീറ്റിങ്ങിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാ മെസ്സേജിൻ്റെയും ലിങ്കുകൾ ഇട്ട് തരും. കാണുന്ന എല്ലാ മെസ്സേജിനും നിങ്ങൾ ലൈക്ക് കൊടുക്കണമെന്ന് മാത്രം, എന്നാലേ അത് പുതിയ ആൾക്കാരിലേക്ക് എത്തത്തുള്ളൂ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വേല നമുക്ക് ഒരുമിച്ച് ചെയ്യാം. നമുക്കതിൽ ഒരു പാർട്ട്ണറായി മാറാം. ദൈവത്തിൻ്റെ വേലയിൽ നമുക്കൊരു പാർട്ട്ണറായി മാറാം. കർത്താവ് നമുക്ക് ദൈവത്തിൻ്റെ വേലയിൽ പാർട്ട്ണറായി മാറാൻ ജീവിച്ചിരിക്കുന്ന കാലമേ പറ്റൂ. ശ്രദ്ധിക്കണം, ജീവിച്ചിരിക്കുന്ന കാലമേ പറ്റൂ. അതിൽ നമുക്ക് പങ്കാളികളാകാം. കർത്താവ് നിങ്ങളെ സകല നന്മകളാലും സകല നന്മകളാലും കർത്താവ് ക്രിസ്തു യേശുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. നിങ്ങൾക്കത് തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയട്ടെ. കർത്താവ് നിങ്ങൾക്ക് തുറന്നു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആർക്കെങ്കിലും